മതപരമായ ഒരു വിവേചനം വികസന പദ്ധതികളിലും ക്ഷേമ പദ്ധതികളിലും കാണിച്ചില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തു എന്ന് പറയുന്ന ഒരു തെറ്റായിട്ട് ഇവർ വ്യാഖ്യാനിച്ചത്. മുസ്ലിം ലീഗിന്റെ കാപട്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റി. സഹയാത്രികനാണോ പാർട്ടി മെമ്പറാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പോലും ചില സന്ദർഭങ്ങളിൽ സംശയമുണ്ടായിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ. അതൊന്നും പക്ഷെ അവര് കൊട്ടിപ്പാടി ആഘോഷിക്കാറില്ല. എപ്പോഴൊക്കെ സംഘപരിവാർ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ സാംസ്കാരികമായിട്ടുള്ള അസ്തിത്വം തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ മുസ്ലിം പക്ഷത്ത് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വേണ്ട വിധത്തിൽ കോൺഗ്രസ് പോലും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല ആ സന്ദർഭത്തിൽ. അതൊന്നും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വിഷയമായിരുന്നില്ല. അന്ന് 67 ഈ ജില്ല ഉണ്ടാക്കുന്ന സമയത്ത് കോൺഗ്രസ് എന്താ പറഞ്ഞത്? കോൺഗ്രസ് ജനസംഘത്തിന്റെ വാദത്തെ എൻഡോഴ്സ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ ഒരു കുട്ടി പാകിസ്ഥാൻ ഉണ്ടാകുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴേ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം നടക്കൂ, നിങ്ങളുടെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ ഇത് BJP ഭരിക്കാതെ BJP വൽക്കരണം, കാവ്യവൽക്കരണം നമ്മളുടെ സർവകലാശാലകളിൽ നടക്കും. അല്ലാതെ വെറുതെ ഒരാളെ വൈസ് ചാൻസലർ ആക്കല്ല. കോൺഗ്രസ് എന്ത് ചെയ്യുന്നുള്ളതാണ് ഡോക്ടർ ജലീലിന്റെ ഒരു അസംഷൻ. കോൺഗ്രസ് ഒന്നും ചെയ്യില്ല. ലീഗിന്റെ MLA മാര് മന്ത്രിമാര് സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലാണ്. അതിലൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടോ? പാണക്കാട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും വന്ദേ മാതരം പാടുമ്പോൾ മുഴുസമയവും മുഴുലൈനുകളും പാടുമ്പോൾ എഴുന്നേൽപ്പിച്ച് നിർത്താനായി എന്നുള്ളതാണ് ഞങ്ങളുടെ നേട്ടം എന്ന് BJP-ക്കാര് തന്നെയല്ലേ അവകാശപ്പെട്ടത്. ഡോക്ടർ ജലീൽ പറഞ്ഞ വഴിക്ക് പറഞ്ഞു 5 വർഷത്തിന് ശേഷം മുസ്ലിം ലീഗ് പ്രതിപക്ഷത്തിൽ അത്ര കോൺഫിഡന്റ് ആണോ? ഒരു തെറ്റ് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ വസ്തുത എന്താണ് എന്നുള്ളത് പറയുന്നതിൽ പാർട്ടിക്കും ഗവൺമെന്റിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ലീഗിനെല്ലാം ഹലാലാണ്, മറ്റു മുസ്ലിങ്ങൾക്ക് എല്ലാം ഹറാമാണ്. കോടീശ്വരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. 528 കോടി രൂപ. പിണറായി വിജയൻ അതിനോടൊന്നും പ്രതികരിക്കുകയേ ചെയ്യൂല. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാകുമ്പോഴേ പഴയ ലീഗേരനാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു കുറച്ചില്ല, വീണ്ടും ED പ്രയാസപ്പെട്ടു പോകും. അപ്പൊ അവര് തന്നെ എന്തെങ്കിലും പിരിച്ചിട്ട് എന്റെ അക്കൗണ്ടിൽ ഇട്ടാൽ എന്താന്നുള്ളതിനെ കുറിച്ച് വരെ ആലോചിച്ചിട്ടുണ്ട്. 20 വർഷം LDF-ന്റെ ഒരു MLA, അതിൽ 5 വർഷം മന്ത്രി, CPM-ന്റെ ഒരുവിധം എല്ലാ പബ്ലിക് പ്രോഗ്രാമുകളുടെയും ഒരു ഫേസ്. ഡോക്ടർ KT ജലീൽ പക്ഷേ ഈയിടെ CPM-ൽ അംഗമായി. അത് വലിയ വാർത്തയുമായി. അതെന്താണ് ഇപ്പം ഒരു CPM അംഗമായി? അതെന്ത് ഡിഫറൻസ് ആണ്, എന്ത് വ്യത്യാസമാണ് നിങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്? കഴിഞ്ഞ 20 വർഷം സഹയാത്രികനായിട്ടാണ് പ്രവർത്തിച്ചത്. എന്നാൽ പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും ഞാൻ സംബന്ധിച്ചുകൊണ്ടിരുന്നു. സഹയാത്രികനാണോ പാർട്ടി മെമ്പറാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പോലും ചില സന്ദർഭങ്ങളിൽ സംശയമുണ്ടായിട്ടുണ്ട്. അവൈലബിൾ സെക്രട്ടേറിയറ്റിൽ വരെ മന്ത്രിയായിരുന്ന സമയത്ത് എന്നെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ പാർട്ടി സംസ്ഥാനാടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച 3 ജാഥകളിൽ, പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള 3 ജാഥകളിൽ ഞാൻ അംഗമായി. അപ്പോഴൊന്നും പക്ഷേ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ, വിശിഷ്യ CPIM-നെതിരെ മുസ്ലിം വിരുദ്ധത ആരോപിക്കപ്പെട്ടു. ഒരു മുസ്ലിമിന് കമ്മ്യൂണിസ്റ്റ് ആകാൻ പാടില്ല എന്നുള്ള ശക്തമായ പ്രചരണങ്ങളുണ്ടായി. സത്യത്തിൽ മുസ്ലിം സമുദായം യാഥാസ്ഥികമായിരുന്നു എന്ന് കരുതപ്പെട്ടിരുന്ന 1967-കളിൽ മുസ്ലിം ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാക്കിയ ഒരു മന്ത്രിസഭ അധികാരത്തിൽ വന്നു. 2ാം EMS മന്ത്രിസഭ. ആ മന്ത്രിസഭയിൽ CH മുഹമ്മദ് കോയ സാഹിബും അഹമ്മദ് ഗുരിക്കളും മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ മന്ത്രിമാരായി. അന്നൊന്നുമില്ലാത്ത അസ്പൃശ്യത എന്തിനാണ് ഇപ്പോൾ? പ്രത്യേകിച്ച് കാലം മാറി, ഓരോ പ്രത്യയശാസ്ത്രങ്ങൾക്കും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ലോകാടിസ്ഥാനത്തിൽ തന്നെ സോവിയറ്റ് യൂണിയന്റെ തിരോധാനത്തിന് ശേഷം ആകെ കീഴ്മേൽ മറിഞ്ഞൊരു അന്തരീക്ഷമുണ്ടായി. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ അപ്രമാദിത്വം ലോകത്ത് സ്ഥാപിതമായി. എല്ലാ സമവാക്യങ്ങളും മാറ്റിയെഴുതപ്പെട്ടു. ഏറ്റവും അവസാനം ഇറാനെ സാങ്കേതികമായി ബൗദ്ധികമായി നന്നായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന 2 രാജ്യങ്ങൾ, ഒന്ന് ചൈനയും ഒന്ന് ഉത്തര കൊറിയയുമാണ്. റഷ്യയും അവരെ സഹായിക്കുന്നുണ്ട്. ലോകാടിസ്ഥാനത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പൊതുശത്രുവിനെതിരായിട്ട് ലോകത്തുള്ള മുഴുവൻ മനുഷ്യസ്നേഹികളും ഒരുമിക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കാൻ പാടില്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാണ്. ഒരേ സമയം ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനും മുസ്ലിമുമാകാൻ കഴിയില്ല
എന്നിത്യാദി വലിയ തോതിലുള്ള പ്രചരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അതിൻ്റെ കൂടി ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സാന്ദ്രീകൃത മേഖലകളിൽ ഇടതുപക്ഷം പിന്നോട്ട് പോയത്. അതൊന്നും ശാശ്വതമായിട്ടുള്ളൊരു പ്രവണതയായിട്ട് ഞാൻ കാണുന്നേയില്ല. അതൊക്കെ തിരിച്ചു വരും. കാരണം ആരെയും തെറ്റിദ്ധരിപ്പിച്ച് ഒരുപാട് കാലം നിലനിർത്താൻ കഴിയില്ല. അത് തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമായിരുന്നില്ലല്ലോ. കാരണം CPM-ന്റെ ഭാഗത്തു നിന്നും LDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്ന ചില നിശബ്ദതകളെങ്കിലും അത് ആക്റ്റീവായിട്ടുള്ള പാർട്ടിയുടെ എനിക്കൊന്ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം ഗോവിന്ദ മാഷ് പറഞ്ഞപ്പോൾ അതിൽ 1, 2, 3 രേഖ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതിൽ ചില നിശബ്ദതകൾ, ചില തള്ളിപ്പറയലുകൾ ഒന്നും ഉണ്ട്. ചില തള്ളിപ്പറയേണ്ട സമയത്ത് നിശബ്ദമായിട്ടിരുന്നു, പാർട്ടി നിശബ്ദമായിരുന്നല്ല, വളരെ പർട്ടിക്കുലറായിട്ടുള്ള കാര്യമുണ്ട് എന്ന് മാത്രമല്ല, അതിനെ പലപ്പോഴും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പ്രസ്താവനകളൊക്കെ മുസ്ലിം ലീഗിനെതിരെയാണ്, മുസ്ലിങ്ങൾക്കെതിരെയല്ല എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോൾ അത് മാറ്റി അത് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളാണെന്നുള്ള അംഗീകരിച്ചു. അത് അംഗീകരിക്കാതിരുന്നത് കൂടി അന്ന് അതിനെ വേണ്ട വിധത്തിൽ ഒപ്പോസ് ചെയ്യാതിരുന്നതുകൊണ്ട് കൂടിയല്ലേ ഈ വ്യത്യാസം വന്നത്. ഇതൊരു ഐഡിയോളജിക്കൽ ലെവലിൽ മാത്രമല്ല, ഐഡിയോളജിക്കൽ ലെവലിൽ അല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കേരളത്തിലെ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് വന്നത്. അത് ഒരൊറ്റ സംഭവം മാത്രമല്ലേ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഈ രാജ്യത്തുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിനെ RSSകാരും സംഘപരിവാറുകാരും രാജ്യവ്യാപകമായി ആക്രമിക്കുമ്പോൾ, അവരെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി കലാപങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാം തന്നെ എല്ലാ സന്ദർഭങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPIM-ഉം ഇടതുപക്ഷവും മുസ്ലിം പക്ഷത്താണ് നിലകൊണ്ടിട്ടുള്ളത്. അത് SIR-ന്റെ പ്രശ്നമായാലും ശരി, പൗരത്വ ഭേദഗതിയുടെ പ്രശ്നമായാലും ശരി, മുത്തലാഖ് നിയമം കൊണ്ടുവന്ന ഘട്ടത്തിലായാലും ശരി, വഖഫ് നിയമങ്ങൾ പൊളിച്ചെഴുതി പുതിയൊരു വഖഫ് നിയമം ഉണ്ടാക്കിയ സന്ദർഭത്തിലാണെങ്കിലും ശരി, എപ്പോഴൊക്കെ സംഘപരിവാർ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള അസ്തിത്വം തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം തന്നെ മുസ്ലിം പക്ഷത്ത് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേക താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബുൾഡോസർ വെച്ച് ഡൽഹിയിൽ മുസ്ലിം വീടുകൾ പൊളിച്ചു കളയുന്ന സമയത്ത് അതിൻ്റെ മുന്നിൽ പോയി നിന്ന് നോ പറയാൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമേ തയ്യാറായിട്ടുള്ളൂ, അത് ബൃന്ദ കാരാട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുഹമ്മദ് അഖ്ലാഖിൻ്റെ വീട്ടിൽ ചെന്ന കുടുംബത്തെ സമാധാനിപ്പിച്ചു. അതുപോലെ തന്നെ ഡൽഹിയിൽ ട്രെയിൻ യാത്രയിൽ വധിക്കപ്പെട്ട ഒരു മുസ്ലിം വിദ്യാർത്ഥിയുടെ ജുനൈദിന്റെ വീട്ടിൽ പോയിട്ട് ആ കുടുംബത്തെ സമാശ്വസിപ്പിച്ചു. ഗോവധങ്ങളുമായി ബന്ധപ്പെട്ട്, ആൾക്കൂട്ട കൊലകളുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഓടിയെത്തി. അങ്ങനെ പല പല സന്ദർഭങ്ങളിലും സന്നിഗ്ധമായ ഒരു ഘട്ടത്തിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത്, ഇപ്പൊ കർണാടകയിലെ ഹിജാബ് പ്രശ്നമടക്കം ഇന്ത്യയുടെ പാർലമെന്റിൽ വളരെ ശക്തമായി ജോൺ ബ്രിട്ടാസ് ഉയർത്തി. അതിനോടൊന്നും ഒരു കോംപ്രമൈസും ചെയ്യാതെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. എന്നാൽ ഒരൊറ്റ കാര്യത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അത് വെറുതെ വെള്ളാപ്പള്ളി നടേശനെ BJP പക്ഷത്തേക്ക് നമ്മളായിട്ട് കൊണ്ടുപോയി കൊടുക്കണ്ട എന്ന് ഒരു ചിന്തിച്ചത് കൊണ്ടാകാം അങ്ങനെ ഒരു നിലപാട് ആ ഘട്ടത്തിൽ സ്വീകരിച്ചത്. ഞാനും ആ വിശദീകരണമാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ, വലിയ സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്ന ഒരാൾ നാട് നീളം നടന്ന്, അദ്ദേഹം നേരത്തെ നമ്പൂതിരി മുതൽ നായാടി മുതൽ നമ്പൂതിരി എന്നുള്ളത് നായാടി മുതൽ നസ്രാണി വരെ എന്നാക്കി മുസ്ലിമിനെ മാത്രം സെഗ്രിഗേറ്റ് ചെയ്ത ഒരുതരം വംശീയ വർത്തമാനം പറഞ്ഞപ്പം അത് ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ ഇടയ്ക്കുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാക്കൂലേ, അത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കൂലേ? അത് ശരിയാണ്. എല്ലാ സെക്കുലർ മനുഷ്യരുടെയും, അത് മുസ്ലിമിന്റെ പ്രശ്നം മാത്രമല്ല, സെക്കുലറായിട്ട് ചിന്തിക്കുന്ന എല്ലാ മനുഷ്യർക്കും, സെക്കുലറായ ഹിന്ദുക്കൾക്കും സെക്കുലറായ ക്രിസ്ത്യാനികൾക്കും പോലും ഇതൊരു അൺസെറ്റിലിംഗ് ആയിട്ടുള്ള. തീർച്ചയായിട്ടും അതിനെ ഒരു മുസ്ലിം ജനവിഭാഗത്തിൽ നിന്നുള്ള ഒരാള് അതിനോട് പ്രതികരിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാളും വളരെ ഊക്ക് ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും അന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും മനസ്സിലാക്കുന്നത്, വെറുതെ ഒരാളെ കൊണ്ടുപോയിട്ട് കൊടുക്കണ്ടല്ലോ എന്ന് കരുതി അദ്ദേഹത്തെ തിരുത്തി കൊണ്ടുവരാം. അദ്ദേഹത്തിന് വയസ്സ് കുറയായി, അദ്ദേഹം ഇങ്ങനെ വളരെ ആലോചിക്കാതെ ചില പ്രസ്താവനകൾ, വിഭാഗീയത വളർത്തുന്നത്, വംശീയമായിട്ടുള്ള വിദ്വേഷം ജനിപ്പിക്കുന്നത് പുറപ്പെടുവിക്കുന്നു. അതൊക്കെ അദ്ദേഹത്തെ തിരുത്തി കൊണ്ടുവരാമെന്ന് ഉള്ള ഒരു പ്രതീക്ഷയിൽ കൂടി ആയിരിക്കാം അത്തരമൊരു നിലപാട് അന്ന് പാർട്ടി സ്വീകരിച്ചത്. കാരണം നമ്മളുടെ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയത ശക്തിപ്പെടുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരാളെ നമ്മളായിട്ട് സംഭാവന ചെയ്യുന്നതിന്
പകരം അദ്ദേഹത്തെ ഇപ്പുറത്ത് നിർത്താൻ പറ്റുമോ എന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു നോക്കാം എന്ന് കരുതിയിട്ടാകണം അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത്. മുസ്ലിം ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സത്യത്തിൽ വളരെ വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാക്കി അവരതിനെ എടുത്തു എന്നുള്ളതാണ് വസ്തുത. അതിനെ എടുത്തതിൽ കുറ്റം പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ആ ഒരു ഘട്ടത്തിൽ അതിനെ തള്ളി പറയേണ്ടതായിരുന്നു. എന്നാൽ വേണ്ട വിധത്തിൽ കോൺഗ്രസ് പോലും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല ആ സന്ദർഭത്തിൽ. അതൊന്നും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വിഷയമായിരുന്നില്ല. എന്നാൽ ഭരിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം അല്ലെങ്കിൽ CPIM ആ കാര്യത്തിൽ പ്രതികരിക്കണമായിരുന്നു എന്നുള്ള ഒരു നിലപാട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അത്രയും കാലം ഒരുപാട് കാര്യങ്ങളിൽ സ്ഥായിയായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ കൂടെ നിന്ന CPIM-നെ മുസ്ലിം ലീഗിന്റെ ശ്രമഫലമായി, അല്ലെങ്കിൽ അവരാണ് ആ പ്രചരണം വളരെ ശക്തമായിട്ട് സമൂഹത്തിൽ നടത്തിയത്. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരു മുസ്ലിം സഹകരിക്കാൻ പാടില്ല. അവരെല്ലാറ്റിനെയും മുസ്ലിം വിരുദ്ധതയുടെ കണ്ണടയിലൂടെ നോക്കിക്കാണാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പൊ ഉദാഹരണത്തിന് പോലീസുകാർ ഒരു മുസ്ലിം പേരുള്ള ആളെ, കള്ളക്കടത്തുകാരനാണ്, അയാളെ അറസ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ ട്രാഫിക് നിയമം ലംഘിക്കുന്ന ഒരു മുസ്ലിം പേരുള്ള ആളെ അറസ്റ്റ് ചെയ്തു. അതും അല്ലെങ്കിൽ MDMA-യുമായി ബന്ധപ്പെട്ട് കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു മുസ്ലിം പേരുള്ള ആളെ അറസ്റ്റ് ചെയ്തു. അപ്പോഴൊക്കെ തന്നെ ഇന്നറിൽ അതിനെ പ്രചരിപ്പിക്കുന്നത് കണ്ടില്ലേ, ഇവിടെ ഇപ്പൊ എത്ര ആളുകൾ ഇതൊക്കെ ചെയ്യുന്നു, അവരെ ആരെയും പിടിക്കുന്നില്ല, പിടിക്കുന്നത് മുഴുവൻ മുസ്ലിം പേരുള്ളവരെയാണ്. ഈ സർക്കാർ, പിണറായി വിജയന്റെ പോലീസ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശക്തമായിട്ടുള്ള പ്രചരണമായിരുന്നു നടന്നത്. പക്ഷെ അതിനകത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി ഇല്ല. അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, എനിക്ക് തോന്നുന്നു എന്നെ പോലുള്ള മനുഷ്യരുടെ ഒരു അസസ്മെന്റ് ആണിത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഹിന്ദു വോട്ട് ബാങ്ക് പോകുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നുള്ള മനഃപൂർവ്വമായിട്ടുള്ള ഒരു ടിൽറ്റാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുണ്ട്. അവരോട് എന്ത് പറയാനുണ്ട്? ഒരിക്കലും അല്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും അത് ചെയ്യില്ല. ഒന്നാമത്തത്, പോലീസിനോടൊക്കെ അങ്ങനെ ആരാ പറയുക, സംസാരിക്കുക? പോലീസിനോട് പറയാൻ പറ്റുമോ? ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങൾ മറ്റുള്ള പേരുള്ള ആളുകളെ മുഴുവൻ വിടണം? അല്ല, ഞാൻ പറയാം, മറ്റുള്ള പേരുള്ള ആളുകളെ വിടണം, മുസ്ലിം പേരുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കമ്മ്യൂണിറ്റി റിസീവ് ചെയ്ത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ, ഈ ഒരു തോട്ട് പ്രോസസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതാണ് എനിക്ക് മനസ്സിലായത്. അതെ അതെ, ശരിയാണത്. കാരണം ഇങ്ങനെ ഒരു വലിയ പ്രചരണം, ഇപ്പൊ PV അൻവർ തൊടുത്തുവിട്ട ആ ഒരു പ്രചരണം, അത് പല സന്ദർഭങ്ങളിലും മുസ്ലിം സമുദായത്തിന്റെ മനസ്സിലേക്ക് വല്ലാതെ ആഴ്ന്നു ചെന്നിട്ടുണ്ട്. ഞങ്ങൾ മുസ്ലിങ്ങളായതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ? അതിനിപ്പോ നമുക്ക് ഈ 5 വർഷം കാണാം. ഇപ്പൊ തന്നെ പോലീസ് പല മുസ്ലിം പേരുള്ള ആളുകളെയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പരിധി വരെ ഇല്ല. ചില ആളുകളൊക്കെ പോലീസിലും അങ്ങനെ മനോഭാവമുള്ളവരുണ്ടാകും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഡിപ്പെൻസ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ മുൻ DGP സെൻകുമാർ, അദ്ദേഹത്തിനെതിരായി എത്ര ശക്തമായ നിലപാടാണ് നമ്മളുടെ മുഖ്യമന്ത്രി അന്ന് സ്വീകരിച്ചത്. അന്ന് സെൻകുമാറിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ കേസ് വാദിച്ചത് ഹാരിസ് ബീരാനാണ്, മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ മെമ്പർ. അന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് മുനീർ സാഹിബ് സെൻകുമാറിന് വേണ്ടിയിട്ട് അസംബ്ലിയിൽ ശക്തമായി വാദിച്ചു. അപ്പോഴാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ സെൻകുമാറിനെ സപ്പോർട്ട് ചെയ്ത ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലത്തല്ല അദ്ദേഹം എത്തിപ്പെട്ടിട്ടുള്ളത്, ഇപ്പോ സൂക്ഷിക്കണം. സെൻകുമാറിന്റെ കാര്യത്തിൽ CPM എടുത്ത, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്ത ആ ജാഗ്രത, അതിപ്പോ അശോകന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ ബീഫ് നിരോധിച്ച ഘട്ടത്തിലാണ് അതിനെ ശക്തമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു ലേഖനം തന്നെ ഇദ്ദേഹം എഴുതിയത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ UDF ഭരണത്തിൽ വന്നാൽ കുഞ്ചിക സ്ഥാനങ്ങളിൽ നിയമിക്കുന്നു. ഇടതുപക്ഷം വരുമ്പോ അവരെയെല്ലാം മാറ്റുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിരുദ്ധതയുടെ ഒരു അംശമുണ്ടായിരുന്നെങ്കിൽ ഒരു ഘട്ടത്തിൽ നമ്മളുടെ സംസ്ഥാനത്ത് 5 or 6 ജില്ലകളിൽ ഒരുമിച്ച് മുസ്ലിം കളക്ടർമാരായിരുന്നു. അന്ന് മന്ത്രിസഭയിൽ പോലും ചില ആളുകൾ അത് മറ്റു ചില തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കില്ലേ എന്ന് ചോദിച്ചപ്പോ
CM പറഞ്ഞു ഉം. ഇത് കേരളാണ്, ഇവിടെ അങ്ങനെ തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം വലുതായിട്ട് നടന്നു. വലുതായിട്ട് നടന്നു, എനിക്ക് വലുതായിട്ട് ഓർമ്മയുണ്ട്, നടന്നു. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. PC ജോർജ് അത് പറഞ്ഞു. ഇതെന്താ പാകിസ്ഥാനാണോ, ഇവിടെ 6 ജില്ലകളുടെ കളക്ടർമാർ മുസ്ലിങ്ങളാണ് ഞാനന്ന് എന്നുള്ള നിലക്ക് അത് പറഞ്ഞു. ആനുഷംഗികമായിട്ട് ഞാനന്നത് ഈ മറ്റേ ക്ലബ് ഹൗസിൽ ഒരിക്കൽ പറയുകയും ചെയ്തു. ഈ വർത്തമാനം ഞാൻ കേട്ടു. ഒരു ക്രിസ്ത്യൻ പാതിരി ഇത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു, അതായത് ഇതിനു മുമ്പുള്ള 10 ചീഫ് സെക്രട്ടറിമാരിൽ 6 പേര് ക്രിസ്ത്യൻ പേരുള്ള ആളുകളായിരുന്നു. ഈ രാജ്യത്ത് ആരും മൈൻഡ് ചെയ്തില്ലല്ലോ അത്. പിന്നെ എങ്ങനെയാണ് ഈ 4 കളക്ടർമാർ മുസ്ലിങ്ങളാകുമ്പോഴത്തേക്ക് ഇത്ര വലിയ പ്രശ്നം വരുന്നതെന്നുള്ളത്. അൻവറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ശ്രീ ജലീൽ പാർട്ടി മെമ്പർ ആകുന്നത് CPM പലരും ലാറ്ററൽ എൻട്രി വഴി വന്നിട്ടുണ്ട്. ഇപ്പം അൽഫോൻസ് കണ്ണന്താനം വന്നു, MLA ആയി, അദ്ദേഹം BJP-യിലേക്ക് പോയി. KS മനോജ് വന്നു, അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല. അൻവർ വന്നു, അദ്ദേഹം തിരിച്ചുപോയി. മഞ്ഞളാംകുഴി അലി വന്നു, അദ്ദേഹം തിരിച്ചുപോയി. ചിലരൊക്കെ അൽഫോൻസ് കണ്ണന്താനാണ് BJP-യിലെത്തി. നിങ്ങൾ മാത്രം പക്ഷെ തിരിച്ച് പാർട്ടിക്ക് അകത്തേക്ക് പോകുന്നു. ഇത് കോമ്പൻസേറ്റ് ചെയ്യുമോ? എനിക്ക് തോന്നുന്നു ആ ദുഷ്പേര് മാറ്റിയെടുക്കാനുള്ള. അങ്ങനെയല്ല, അവരൊന്നും തന്നെ പാർട്ടിയിൽ അംഗങ്ങളായിട്ടില്ല. അവരൊക്കെ മനോജ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ പറഞ്ഞു ലാറ്ററൽ എൻട്രി വന്നിട്ട് അവരൊക്കെ MLA-മാരായി, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചു, പാർട്ടിയുടെ MLA-മാരായി. അവരാരും പാർട്ടി അംഗത്വം സ്വീകരിക്കാതെ അവർ തിരിച്ചു പോവുകയാണ്. അവർ തിരിച്ചു പോയി എന്നുള്ളതാണ്. തിരിച്ച് മറ്റ് മെച്ചപ്പെട്ട അവർക്ക് തോന്നിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ തിരിച്ച് കൂടുതൽ ശക്തിയോടെ, അതും പാർട്ടി തോറ്റിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അകത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് പാർട്ടി പരാജയപ്പെട്ട ഒരു ഘട്ടം. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, വിശ്വാസികൾ, അവരാരും പാർട്ടിയിൽ ചേരാൻ പാടില്ല എന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു സന്ദർഭം. ഈ ഒരു സന്ദർഭത്തിലാണ് ഒരു പ്രാക്ടീസിങ് മുസ്ലിം കൂടിയായിട്ടുള്ള എനിക്ക് പാർട്ടിയിൽ അംഗത്വം എടുക്കണം എന്ന് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ പാർട്ടിയിൽ അംഗത്വം എടുത്തത്. ഇതിനോടെല്ലാം ഉള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ, പ്രതിഷേധം എന്നുള്ള നിലയിലാണ് ഈ പാർട്ടി മെമ്പർഷിപ്പ്. ഒരു മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടി കൂടിയല്ലേ? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ? അതെങ്ങനെ അഡ്രസ് ചെയ്യും? മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ CPIM-ന്റെ ഭരണഘടനയിൽ എവിടെയും തന്നെ ഒരു ഭൗതികവാദിയാകണം നിങ്ങൾ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരാൻ എന്ന് പറയുന്നില്ല. പാർട്ടിയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾ, രാഷ്ട്രീയ പ്രമേയങ്ങൾ, ഇവയെ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഭൗതികവാദികളാകാം കമ്മ്യൂണിസ്റ്റുകാരിൽ മഹാഭൂരിഭാഗം. ആ ഭൗതികവാദികളോടൊപ്പം വിശ്വാസികൾക്കും പ്രവർത്തിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് മുസ്ലിം ലീഗ് എന്ന പേരിൽ പോലും ആ പാർട്ടിയിൽ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, മെമ്പർമാരായിട്ടുണ്ടല്ലോ. ഇപ്പൊ UC രാമൻ, അദ്ദേഹം പാർട്ടിയുടെ മെമ്പറാണിപ്പോ. പാർട്ടിയുടെ ദളിത് സംഘടനാ നേതാവാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ജയന്തി നടരാജ്, അവര് പാർട്ടി മെമ്പറാണ്, പാർട്ടിയുടെ അഖിലേന്ത്യാ ഭാരവാഹിയാണ്. അപ്പൊ ഏകദൈവ വിശ്വാസികൾക്ക് മഹാഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയിൽ, മുസ്ലിം ലീഗ് എന്നുള്ള പേര് തന്നെ സ്വീകരിച്ച ഒരു പാർട്ടിയിൽ ബഹുദൈവാരാധകരായിട്ടുള്ള ഹിന്ദു മതവിശ്വാസികൾക്ക് യാതൊരു മനസാക്ഷി കുത്തും കൂടാതെ പ്രവർത്തിക്കാമെങ്കിൽ, അവർക്കൊരു ഹിന്ദുവായിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കാമെങ്കിൽ, എന്തുകൊണ്ട് ഭൗതികവാദിയാകാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചുകൂടാ? അത് നിങ്ങൾക്ക് CPM-ന്റെ വളരെ ലോങ് ഇന്നിങ്സ് ആയിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾ മുസ്ലിം ലീഗിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് പുറത്തു വരുന്നു. കുറ്റിപ്പുറത്ത് നിങ്ങൾ അതുകൂടി നിങ്ങളുടെ എനിക്കൊന്ന് ഒരു പാർട്ടി ബയോഡേറ്റയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുസ്ലിം ലീഗിൻ്റെ എല്ലാ കാലത്തെയും നല്ല നേതാക്കന്മാർ, വലിയ നേതാക്കന്മാരിൽ ഒരാളായ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വരുന്നത്. അതിനുശേഷം 20 വർഷം എങ്ങനെയായിരുന്നു LDF-ലും CPM-ലും ഉള്ള നിങ്ങളുടെ ഒരു ആക്സെപ്റ്റൻസ്? ഇപ്പോൾ ജാഥകളിലുള്ള കാര്യമാണല്ലോ പറയുന്നത്. സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പുറത്തുനിന്നുള്ള ഒരാൾ, പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളൊരു മുസ്ലിം ഐഡന്റിറ്റി ഉറപ്പിച്ച് നിർത്തുന്ന ഒരു മനുഷ്യൻ വരുമ്പോൾ പാർട്ടിക്കാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? നല്ല പ്രതികരണമായിരുന്നു. ഞാൻ മുസ്ലിം ലീഗിലായിരുന്ന സന്ദർഭത്തിലും CPIM-ൽ സഹയാത്രികനായിട്ടുണ്ടായിരുന്ന ഘട്ടത്തിലുമുള്ള വ്യത്യാസം ശരിക്കും അനുഭവിച്ചയാളാണ്. ഇപ്പൊ മുസ്ലിം ലീഗിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അഡ്രസ് ചെയ്യുന്ന ജനവിഭാഗം എന്ന് പറയുന്നത് 99% മുസ്ലിങ്ങളായിരിക്കും. അപ്പൊ നമ്മളുടെ പ്രസംഗം കേൾക്കുന്നത്, നമ്മളുടെ ഐഡിയകൾ, നമ്മളുടെ ചിന്തകൾ നമ്മൾ പങ്കുവെക്കുമ്പോൾ അത് കേൾക്കുന്നവരിൽ മഹാഭൂരിഭാഗവും മുസ്ലിങ്ങളാകും. പക്ഷേ CPIM-ന്റെ ജാഥയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക അനുഭൂതി, നമ്മളെ കേൾക്കാൻ, നമ്മളുടെ ചിന്തകൾ, പ്രത്യേകിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ആ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് സ്റ്റേജിൽ നിന്ന് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് എത്ര സാഗൂതമാണ്, ശ്രദ്ധയോടെയാണ്
മുസ്ലിങ്ങളല്ലാത്ത ഒരു വലിയ ജനവിഭാഗം കേൾക്കുന്നത്? അവർ എന്തുമാത്രമാണ് എന്നെ സ്വീകരിച്ചത് എന്ന് എനിക്ക് വാക്കുകളിൽ പറയാൻ കഴിയില്ല. ഓരോ പരിപാടികൾ, പ്രസംഗങ്ങൾ കഴിഞ്ഞിറങ്ങി വരുമ്പോഴും എൻ്റെ മതക്കാരല്ലാത്ത മറ്റു മതവിഭാഗങ്ങളിൽ പെടുന്നു എന്ന് ഞാൻ കരുതുന്ന ആളുകൾ നമ്മളെ പ്രശംസിക്കാൻ, നമ്മളെ അനുമോദിക്കാൻ ഒക്കെ തിരക്ക് കൂട്ടുന്ന, തിക്കും തിരക്കും കൂട്ടുന്ന രംഗം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇനി മുസ്ലിം ലീഗിലേക്ക് തിരിച്ചു പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ആ ഒരു ആത്മസംതൃപ്തി നൽകിയ CPIM-വുമായി സഹകരിച്ച് അതിൽ ഭാഗവാക്കായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്ന വഴി ഞാൻ സ്വീകരിച്ചത്. ഞാൻ കേരളത്തിലെ ഇപ്പം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ തൊട്ട് പിറകെ വന്ന BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന എന്നുള്ളത് കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കവുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അത് ഹൈക്കമാൻഡായാലും ലോ കമാൻഡായാലും ശരി, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് പാണക്കാട്ട് തങ്ങളായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിനെ മുൻനിർത്തി കേരളത്തിൽ RSSന് ഒരു പദ്ധതിയുണ്ട്. നിങ്ങൾക്ക് ആ പദ്ധതിക്കൊപ്പം ചേരാൻ വേണ്ടി പറ്റില്ല. അതേസമയം നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളാണവർ. മുസ്ലിം ലീഗിൻ്റെ പിറകിൽ അണിനിരന്നിരിക്കുന്ന മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും സെക്കുലർ ആയിട്ടുള്ള മനുഷ്യരാണ് താനും. ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ? എങ്ങനെയാണ് നിങ്ങളത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? മുസ്ലിം ലീഗിൻ്റെ അണികളിൽ നല്ലൊരു ശതമാനം നല്ല മനുഷ്യരാണ്, നല്ലൊരു ശതമാനം വളരെ ആത്മാർത്ഥതയുള്ള ആളുകളാണ്. പക്ഷേ ഒരു ന്യൂനപക്ഷമെങ്കിലും കച്ചവട താല്പര്യങ്ങൾ, സമുദായത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവരുടെ സാമ്പത്തിക ലാഭത്തെ ലാക്കാക്കി മുസ്ലിം ലീഗിനെ ദുരുപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഭരണത്തിൽ വരുമ്പോൾ സെക്രട്ടേറിയറ്റ് മുഴുവൻ അടക്കി ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവരിൽ എല്ലാ തലങ്ങളിലുള്ള ആളുകളുണ്ട്. വിവിധ വ്യവസായ ഗ്രൂപ്പുകൾ, ബിസിനസ്സുകാർ, അവരൊക്കെ തന്നെ സമുദായത്തിന് എന്ത് നേടിക്കൊടുക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചല്ല, സമുദായത്തിലെ പാവപ്പെട്ടവർക്ക്. ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ചിരുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിന് വേണ്ടത്ര കിട്ടിയില്ല എന്നുള്ള ആക്ഷേപം ഉയർന്നു. അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 2000 രൂപ വെച്ച് 62 ലക്ഷത്തിലധികം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുമ്പോൾ അത് കിട്ടുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. അവരെക്കുറിച്ച് എന്താ ഒന്നും പറയാത്തത്? മുസ്ലിങ്ങൾക്കായിട്ട് മാത്രം കൊടുക്കുന്നതല്ല മുസ്ലിം സമുദായത്തോട് ചെയ്യുന്ന ഒരു ഫേവർ എന്ന് പറയുന്നത്. മുസ്ലിങ്ങളായിട്ടുള്ള അർഹതപ്പെട്ടവർക്കും മറ്റു സമുദായങ്ങളിൽ അർഹതപ്പെട്ടവർക്കും ഒരുപോലെ നൽകുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ, അതായിരുന്നു ഇടതുപക്ഷം മുന്നോട്ട് വെച്ചത്. നേരെ മറിച്ച് ലീഗ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ്? മുസ്ലിങ്ങൾക്കായിട്ട് മാത്രം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ അങ്ങനെ കരുതുന്ന ഒരാളല്ല. ചെയ്യുന്ന കാര്യത്തിന്റെ ബെനഫിറ്റ് മുസ്ലിങ്ങൾ അടക്കമുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും കിട്ടണം. ഇപ്പൊ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തി. ആർക്കാണ് അതിന്റെ ബെനഫിറ്റ് ഈ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത്? ഇവിടെ സർക്കാർ വിദ്യാലയങ്ങൾ മുഴുവൻ കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കി, നല്ല അക്കാഡമിക് നിലവാരത്തിലേക്ക് അത് ഉയർന്നു. അതുകൊണ്ട് മെച്ചമുണ്ടായത് ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിം വിദ്യാർത്ഥികൾക്കാണ്, ഹിന്ദു വിദ്യാർത്ഥികൾക്കാണ്, ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്കാണ്. അപ്പൊ അതിൻ്റെ നേട്ടം എല്ലാവർക്കും കിട്ടി. അതിൻ്റെ ഒരു അനുരണനം നമ്മൾ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ നിന്ന് എൻട്രൻസ് പരീക്ഷ എഴുതി റിസൾട്ട് വരുന്ന കുട്ടികളുടെ പട്ടിക പരിശോധിച്ചാൽ അറിയാം. വിദ്യാഭ്യാസ രംഗത്ത് കുറച്ചു കാലമായിട്ട് വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചത് പ്രത്യേകിച്ച് മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും വല്ലാതെ കൂടുതലായിട്ട് മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കീഴിലില്ല. മുസ്ലിം കുട്ടികളിൽ വലിയൊരു ശതമാനം സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലാണ്. ആ പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും അധികം കിട്ടുന്നത് ആർക്കാണ്? അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ ജനവിഭാഗത്തിലെയും അർഹരായ ആളുകൾക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ ആവിഷ്കരിച്ചത്. അപ്പോൾ ഹിന്ദുക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നില്ല, ക്രിസ്ത്യാനികൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നില്ല, മുസ്ലിങ്ങളും അതേ ആക്ഷേപം ഉന്നയിച്ചു, ഞങ്ങൾക്കായിട്ട് പ്രത്യേകമൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ മഞ്ഞക്കാർഡുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ വെള്ളക്കാർഡുള്ള ആളുകൾക്ക്, നീലക്കാർഡുള്ള ആളുകൾക്ക് ഒരു ആനുകൂല്യം റേഷൻ ഷോപ്പ് മുഖേന കൊടുക്കുന്നു എന്ന് വന്നാൽ അത് എല്ലാ വിഭാഗം ആളുകൾക്കും കിട്ടും. മതപരമായ ഒരു വിവേചനം
വികസന പദ്ധതികളിലും ക്ഷേമ പദ്ധതികളിലും കാണിച്ചില്ല എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തു എന്ന് പറയുന്ന ഒരു തെറ്റായിട്ട് ഇവർ വ്യാഖ്യാനിച്ചത്. അതൊരു തെറ്റായിരുന്നില്ല. എല്ലാ വിഭാഗങ്ങളിലെയും അർഹതപ്പെട്ടവർക്ക് അത് ലഭിക്കുകയായിരുന്നു. അതല്ലേ വേണ്ടത്? ഇപ്പൊ ഡോക്ടർ ജലീൽ പറഞ്ഞ ഈ കാര്യം പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേ ലളിതമായ ഭാഷയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. സത്യത്തിൽ നമ്മളുടെ സർക്കാർ ചെയ്ത ഇപ്പോ നാഷണൽ ഹൈവേയുടെ ആദ്യത്തെ റീച്ചിന്റെ പണി പൂർത്തിയായത് മലപ്പുറം ജില്ലയിലാണ്. അതിന്റെ ബെനിഫിറ്റ് ആർക്കാ കിട്ടുക? മലപ്പുറം ജില്ലയിലെ 70% വരുന്ന മുസ്ലിങ്ങൾക്കല്ലേ അതിന്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുക? ഏത് കാര്യത്തിലാണ് ഒരു വിവേചനം സർക്കാർ മുസ്ലിം സമുദായത്തോട് കാണിച്ചത്? ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വരുമ്പോൾ, ഇവിടുത്തെ ആതുര ശുശ്രൂഷ രംഗം അഭിവൃദ്ധിപ്പെടുമ്പോൾ അതിന്റെ മെച്ചമാർക്കാണ് കിട്ടുന്നത്? ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആരാണോ അധിവസിക്കുന്ന ജനവിഭാഗം അവർക്കല്ലേ ലഭിക്കുന്നത്? ഓരോ ജില്ലകളിലും അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നു. മുഴുവൻ ജനങ്ങൾക്കും പ്രാപ്യമായ രീതിയിലാണ് ക്ഷേമ പദ്ധതികളെ ഇടതുപക്ഷം വിഭാവനം ചെയ്തത്. അല്ലാതെ ഏതെങ്കിലും ഒരു സമുദായത്തിലെ ഏതാനും ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന രീതിയിൽ അതിനെ അവതരിപ്പിച്ചില്ല. അങ്ങനെ അവതരിപ്പിച്ചാലാണ് അത് ചൂണ്ടിക്കാണിച്ച് വർഗീയത വളർത്താൻ, അപ്പുറത്ത് വിഭാഗീയത സൃഷ്ടിക്കാൻ RSSും BJPയും ശ്രമിക്കുക. പല സന്ദർഭങ്ങളിലും മുസ്ലിം ലീഗ് ഭരണത്തിലാകുമ്പോൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ഞാൻ അതിലേക്ക് വരാൻ വേണ്ടി ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം മലപ്പുറം ജില്ല വിഭജിക്കണം എന്നൊരു ആർഗ്യുമെന്റ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിഭജിക്കേണ്ട സമയം ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇതിനൊരു തീരുമാനം ഇപ്പോൾ UDF എടുത്താൽ അതൊരു കമ്മ്യൂണൽ കളർ ചേർത്ത് അപ്പോഴേ വരും. പണ്ട് മലപ്പുറം ജില്ല സൃഷ്ടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ EMS നമ്പൂതിരിപ്പാടിന് വലിയ ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ UDF സർക്കാർ ഒരു തീരുമാനമെടുത്താൽ, ഇതാണ് ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം, അതായത് മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന UDF വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ബോണഫൈഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്താൽ പോലും അതിനൊരു കമ്മ്യൂണൽ കളർ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഇടതുപക്ഷത്തിൻ്റെ സമയത്ത് വളരെയധികം, ഇപ്പോൾ ഡോക്ടർ ജലീൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരാളെ അറസ്റ്റ് ചെയ്ത അയാളുടെ പേരിൻ്റെ നോക്കിയിട്ട് പിന്നെ മുസ്ലിം വിരുദ്ധത എന്ന് ഇഷ്ടംപോലെ അത് ആ കഥകൾ ഓടിയിട്ടുണ്ട്. പക്ഷെ ലെജിറ്റിമേറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എടുത്താൽ പോലും അതിൻ്റെ അകത്തൊരു വർഗീയത ആരോപിക്കാനുള്ള ശ്രമം ഉണ്ടാവും. എങ്ങനെയായിരിക്കും ഇടതുപക്ഷം സർക്കാരിൻ്റെ ഒരു തീരുമാനത്തോട് എങ്ങനെയായിരിക്കും ഇടതുപക്ഷം പ്രതികരിക്കുക? 1967 രണ്ടാം EMS മന്ത്രിസഭയുടെ കാലത്താണ് മലപ്പുറം ജില്ല ഉണ്ടായത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായത്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ വിദ്യാലയങ്ങൾ ആരംഭിച്ചത് ആ കാലത്താണ്. സംസ്ഥാനത്ത് ഏറ്റവും അധികം ഗവൺമെന്റ് വിദ്യാലയങ്ങളുള്ള ജില്ലയാണ് മലപ്പുറം. അത് 1967 CH മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അന്ന് 67 ഈ ജില്ല ഉണ്ടാക്കുന്ന സമയത്ത് കോൺഗ്രസ് എന്താ പറഞ്ഞത്? കോൺഗ്രസ് ജനസംഘത്തിന്റെ വാദത്തെ എൻഡോഴ്സ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ ഒരു കുട്ടി പാകിസ്ഥാൻ ഉണ്ടാകുന്നു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ഈ ജില്ലയുടെ രണ്ടറ്റങ്ങളിൽ നിന്ന് 2 ജാഥകൾ പുറപ്പെട്ടു, പ്രചരണ ജാഥകൾ. ഒന്നിന് നേതൃത്വം നൽകിയത് ആര്യാടൻ മുഹമ്മദാണ്, മറ്റേ ജാഥക്ക് നേതൃത്വം നൽകിയത് MP ഗംഗാധരനാണ്. വാജ്പേയി മലപ്പുറം ജില്ലാ വിരുദ്ധമായിട്ടുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ കാലത്ത് കേരളത്തിൽ സന്ദർശനം നടത്തിയതും നമുക്കറിയാമല്ലോ. അപ്പൊ അന്ന് കോൺഗ്രസ് മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ പോലും എതിർത്തു. ഞാൻ പറയുന്നു, അതുപോലെ ഒരു സമീപനം CPIMന്റെ ഭാഗത്ത് നിന്ന് മലപ്പുറം ജില്ല വിഭജിക്കാൻ UDF സർക്കാർ ശ്രമിച്ചാൽ ഉണ്ടാവില്ല. അതിൽ ആദ്യം വേണ്ടത്, അന്ന് 67 മലപ്പുറം ജില്ലാ രൂപീകരണത്തെ നെഞ്ചൂക്ക് കൊണ്ട് നേരിടാൻ ലീഗിനേക്കാൾ അധികം മുന്നിൽ നിന്ന് പ്രവർത്തിച്ച CPMനെ പോലെ കോൺഗ്രസ് ഈ ജില്ല വിഭജിക്കാനുള്ള തീരുമാനത്തെ പ്രതിരോധിക്കാൻ, ആ തീരുമാനം വർഗീയമാണെന്ന് RSS പ്രചരിപ്പിക്കുമ്പോൾ അല്ല എന്ന് നെഞ്ചൂക്കോടെ പറയാൻ കെൽപ്പ് കാട്ടണം, കരുത്ത് കാട്ടണം. അത് കാണിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചോദ്യം വീണ്ടും പല സ്ഥലങ്ങളിലും വരുന്നു. ഇപ്പം യൂണിവേഴ്സിറ്റികളിലുള്ള സർക്കാരിൻ്റെ ഇടപെടൽ നമ്മൾ ഇതുവരെ കണ്ടെടുത്തോളം കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഞങ്ങൾ ഗവർണറുമായിട്ട് ഏറ്റുമുട്ടലിനില്ല എന്നുള്ളതാണ്. ഏറ്റുമുട്ടലിൻ്റെ വിഷയം വരുന്നത് സർവകലാശാലകളിലേക്ക്, സാധാരണ സെനറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് വഴി വന്നാൽ ഒരു RSS BJPക്കാരൻ പോലും വരാൻ സാധ്യതയില്ല. അവിടെയാണ് 30-ൽ 19 പേരെ ഇപ്പോൾ അദ്ദേഹം നിയമിച്ചിരിക്കുന്നത്. വൈസ് ചാൻസലർമാരെ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ നിയമിക്കുന്നു. പലപ്പോഴും നിയമം ലംഘിച്ച് പോലും സർക്കാർ പാനൽ കൊടുക്കാത്തത് പോലും അദ്ദേഹം നിയമിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുമെന്നാണ് ഡോക്ടർ ജലീൽ വിചാരിക്കുന്നത്? അതൊക്കെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും അവധാനതയില്ലായ്മയാണ്.
കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ സമയത്താണ് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റിക്കൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം നമ്മൾ നടത്തിയത്. ആ നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിനെ ശക്തമായി എതിർത്തവരാണ് കോൺഗ്രസും ലീഗും. അവർ പറഞ്ഞത് ചുവപ്പുവൽക്കരിക്കാൻ, യൂണിവേഴ്സിറ്റികളെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു, ഞാൻ അടക്കമുള്ള ആളുകൾ അന്ന് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴേ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം നടക്കൂ. നിങ്ങളുടെ വാദം അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ ഇത് BJP ഭരിക്കാതെ BJP വൽക്കരണം, കാവ്യവൽക്കരണം നമ്മളുടെ സർവകലാശാലകളിൽ നടക്കും. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റണം. ഗുജറാത്തിൽ അവിടുത്തെ സർവകലാശാലകളിൽ ഗവർണർ അല്ല ചാൻസലർ പദവി അലങ്കരിക്കുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പല യൂണിവേഴ്സിറ്റികളിലും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്ന വിധത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും വൈസ് ചാൻസലർമാര് BJP-ക്കാരാകാൻ പോവുകയാണ്, അല്ലെങ്കിൽ BJP അനുകൂലികളാകാൻ വേണ്ടി പോവുകയാണ്. കാരണം എങ്ങനെയാണ് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത്? 3 ആളുകളുടെ പേരുകൾ കൊടുക്കുന്നു. ഈ 3 ആളുകളിൽ ഒരാള് എന്തായാലും BJP അനുകൂലിയാവും. കാരണം എന്താ വെച്ചാൽ UGC-യുടെ റെപ്രസെന്റേറ്റീവ് ഈ നോമിനിയാണ് വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ. ഒന്ന് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, ഗവൺമെന്റിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഉണ്ടാവും. പിന്നെ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുക്കുന്ന സെനറ്റിൽ നിന്നോ സിൻഡിക്കേറ്റിൽ നിന്നോ ഉള്ള ഒരാളുണ്ടാവും. പിന്നെ ഒന്ന് UGC-യുടെ നോമിനിയാണ്. ഈ രണ്ട് നോമിനികൾ ഓരോ ആളുകളെ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കാം. 3ാമത്തെ ആള് എന്തായാലും BJP കൊടുക്കുന്ന ലിസ്റ്റ് ആയിരിക്കും പ്രപ്പോസ് ചെയ്യുക. ഈ 3 ആളുകളിൽ ആരെ വേണമെങ്കിലും ഗവർണർക്ക് അപ്പോയിന്റ് ചെയ്യാം. സ്വാഭാവികമായും ഇനി നടക്കുന്ന ഈ സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന എല്ലാ വൈസ് ചാൻസലർ നിയമനങ്ങളും RSSകാരാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് തടയാൻ വേണ്ടിയാണ് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ബില്ല് കൊണ്ടുവന്നത്, നിയമനിർമ്മാണം കൊണ്ടുവന്നത്. ആ നിയമനിർമ്മാണത്തെ കീറി വലിച്ചെറിഞ്ഞ് പ്രതിഷേധിച്ചു പോയവരാണ് ഇവര്. അതുകൊണ്ട് തന്നെ ഇവർക്കിപ്പോ ഗവർണർ ചാൻസലർ പദവിയിലിരുന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ എതിർക്കാനുള്ള ധാർമ്മികാവകാശം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ ജലീൽ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. ഈ ഒരു പ്രവണത വന്നു കഴിഞ്ഞാൽ സർവകലാശാലകളുടെ സെനറ്റ് വന്നു കഴിഞ്ഞാൽ സിൻഡിക്കേറ്റുകളും വൈസ് ചാൻസലർമാരും, കാരണം സർവകലാശാലകൾ മിക്കവാറും ഒരു വൈസ് ചാൻസലർ സെൻട്രിക് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനാണ്. അത് വന്നു കഴിഞ്ഞാൽ സെനറ്റിലും അതിനുള്ള റിഫ്ലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ജലീലിൻ്റെ ഒരു അനുഭവത്തിൽ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും നമ്മുടെ സർവകലാശാലകളിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? അതിൻ്റെ ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഇമ്പാക്റ്റ് എന്തായിരിക്കും? അക്കാഡമിക് രംഗത്തും മാറ്റങ്ങൾ വരും. ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചരിത്രത്തിൽ എന്ത് പഠിപ്പിക്കുന്നു അതിന് സമാനമായിട്ടുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇവിടെ വരുത്താൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുക്കുന്നതിന് വൈസ് ചാൻസലർമാർ മുഖേന, ഇവരൊക്കെ നോമിനേറ്റ് ചെയ്യുന്ന സെനറ്റ് മെമ്പർമാർ മുഖേന, സിൻഡിക്കേറ്റ് മെമ്പർമാർ മുഖേന കഴിയും. ഇപ്പൊ മുഗള ഭരണകാലഘട്ടം പഠിപ്പിക്കേണ്ടതില്ല. ഇപ്പൊ BA ഹിസ്റ്ററി, MA ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഒരു രാജ്യത്തിന്റെ ചരിത്രം റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ചേതോവികാരം എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ഒരാളെ വൈസ് ചാൻസലർ ആക്കല്ല, വെറുതെ കുറെ ആളുകളെ സെനറ്റിലേക്ക് കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. ഇവരെ ഉപയോഗിച്ചുകൊണ്ട് അക്കാദമിക് കൗൺസിലുകൾ പിടിച്ചടക്കാനും അതിൽ സ്വാധീനം ചെലുത്താനുമായിരിക്കും ഇനി ശ്രമിക്കുക. BJP അനുകൂലികളായ, സംഘാനുകൂലികളായ ആളുകളെ കുത്തിനിറച്ച് ചരിത്ര അക്കാദമിക് കൗൺസിലുകൾ പുനഃസംഘടിപ്പിക്കും, ചരിത്ര ബോർഡുകൾ പുനഃസംഘടിപ്പിക്കും, അല്ലെങ്കിൽ അതിലേക്ക് ആളുകളെ കൊണ്ടുവരും. എന്നിട്ട് ഇന്ത്യയിൽ മുസ്ലിം ഭരണം നടന്ന 800 വർഷക്കാലത്തെ ചരിത്രം മാറ്റി നിർത്തിയുള്ള പുതിയ ചരിത്രം പഠിപ്പിക്കപ്പെടും. ഇത് ആത്യന്തികമായി ഈ രാജ്യത്ത് ഉത്തരേന്ത്യയിൽ എന്ത് നടത്തിയോ അത് ഇവിടെ അധികാരത്തിൽ വന്ന് നടത്തുമ്പോഴേക്ക് കുറച്ച് സമയമെടുക്കുമെന്നുള്ളത് കൊണ്ട് അത് നേരത്തെ തന്നെ നടത്താൻ വേണ്ടി, അതിന് ബാക്ക്ഗ്രൗണ്ട് കളമൊരുക്കാൻ വേണ്ടി, മണ്ണൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് UDF ഭരണകാലത്ത് ഗവർണറിലൂടെ BJP ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസ് എന്ത് ചെയ്യുന്നുള്ളതാണ് ഡോക്ടർ ജലീലിന്റെ ഒരു അസംഷൻ? കോൺഗ്രസ് ഒന്നും ചെയ്യില്ല. കാരണം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഗവർണറുമായി ഏറ്റുമുട്ടലിനില്ല എന്ന്. ഈ ഗവർണറുമായി ഏറ്റുമുട്ടാതെ, ഈ ചാൻസലറുമായി ഏറ്റുമുട്ടാതെ
എങ്ങനെയാണ് ഒരു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയുക? ഓരോ ഇഞ്ചിലും ഇവരുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും. ഓരോ ഇഞ്ചിലും. വൈസ് ചാൻസലറെ ഇവർ പറയുന്ന ആളാക്കിയാൽ PVC-യെയും പിന്നെ നോമിനേറ്റ് ചെയ്യുന്നത് VC ആണ്. അതാണ് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. വൈസ് ചാൻസലറെ ഗവർണർ തീരുമാനിക്കും. പിന്നെ വൈസ് ചാൻസലറാണ് പ്രോ വൈസ് ചാൻസലറെ തീരുമാനിക്കുന്നത്. ആ പ്രോ വൈസ് ചാൻസലർമാരാകും ഓരോ യൂണിവേഴ്സിറ്റിയിലും. ആരാണോ BJP അനുകൂലികൾ അവരെ ചാൻസലർ തന്നെ വൈസ് ചാൻസലറെ സ്വാധീനിച്ചുകൊണ്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും. അപ്പോൾ നമ്മളുടെ സംസ്ഥാനത്ത് ഇതുവരെ നിലനിന്നിരുന്ന ഒരു ബാലൻസ് ഓഫ് പവർ തെറ്റിപ്പോകും. വിവിധ മതസമുദായ ജനവിഭാഗങ്ങൾ, അവരിലെ യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ തന്നെ വിവിധ സർവകലാശാലകളുടെ വൈസ് ചാൻസലറായിട്ട് വരുന്ന കീഴ്വഴക്കം ലംഘിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും. അക്കാഡമിക് മെറിറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അക്കാഡമിക് മെറിറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും ഓവർകം ചെയ്യാം. അപ്പൊ കേരളത്തിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏത് മതസമുദായത്തിൽ നിന്നുള്ള ആളുകളാണെങ്കിലും അവർ ഹൈലി കോമ്പിറ്റന്റ് ആയിരുന്നു. ഇപ്പോൾ നമ്മളുടെ വൈസ് ചാൻസലേഴ്സ് ആയിട്ട് വന്ന ഏതൊരാളെ പരിശോധിച്ചാലും അവരാരും മോശക്കാരായിരുന്നില്ല. മുസ്ലിം ലീഗ് ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും? കാരണം നേരത്തെ ഡോക്ടർ ജലീൽ പറഞ്ഞ പോലെ ഏത് തീരുമാനവും മുസ്ലിം ലീഗ് മാത്രമല്ല, അതിൻ്റെ അകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടി ഉണ്ടായിരുന്നു. ഏത് തീരുമാനവും കമ്മ്യൂണൽ കണ്ണിൽ കൂടി കാണുന്ന ഒരു 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 ശീലം കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി ശീലിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇനി ഇങ്ങോട്ട് സർവകലാശാലകളുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അവർക്ക് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും? അവർക്ക് അവർ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന സമുദായത്തോട് എത്രത്തോളം നീതി പുലർത്താൻ വേണ്ടി മുസ്ലിം ലീഗിന് സാധിക്കും? ഒരു നീതിയും പുലർത്താൻ അവർക്ക് കഴിയില്ല. ഒരു നീതി പുലർത്താനും കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി ആ കുപ്പായ അവർ അഴിച്ചു വെച്ചു. ഇനി ഈ 5 വർഷം കഴിഞ്ഞ് ലീഗ് പ്രതിപക്ഷത്തായി വീണ്ടും ഒരിക്കൽ കൂടി ഭരണപക്ഷത്ത് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ആ കുപ്പായം അവർ എടുത്തണിയുക. അപ്പം മുസ്ലിം ലീഗ് ഈ പ്രാവശ്യം, അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പറയാം, ലീഗ് ഇപ്രാവശ്യം ലീഗിൻ്റെ MLA-മാര് മന്ത്രിമാര് സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലാണ്. അതിലൊരു വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം 2006 മുതൽ കഴിഞ്ഞ 20 കൊല്ലം ഞാൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അതിനെ ശക്തമായിട്ട് വിമർശിച്ചവരാണ് ലീഗുകാർ. ലീഗുകാർ പറഞ്ഞു, എന്തുകൊണ്ടാണ് ജലീൽ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തത്? കമ്മ്യൂണിസ്റ്റായി എന്നുള്ളതിന്റെ തെളിവാണത്. ജലീൽ അപ്പുറത്തേക്ക് പോയപ്പോ വരെ അള്ളാഹു അവനക്ക് അന്യനായി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞ ആളുകളാണ്. ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ എല്ലാ മെമ്പർമാരും കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹുവിന്റെ നാമത്തിലാണ്. പേരാമ്പ്രയിൽ നിന്ന് ഇപ്പൊ MLA ആയിട്ടുള്ള ഫാത്തിമ തഹ്ലിയ കോഴിക്കോട് കോർപ്പറേഷൻ അംഗമായിട്ട് കൗൺസിലറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിങ്ങളൊന്ന് എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഫാത്തിമ തഹ്ലിയ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. എല്ലാവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അത് നല്ലതാണ്. അള്ളാഹു എന്ന് പറയുന്ന അറബിക് ടേമിന്റെ മലയാള വിവർത്തനമാണ് ദൈവം എന്നുള്ളത്. ഇതെന്തുകൊണ്ട് നേരത്തെ ഇവർ മനസ്സിലാക്കിയില്ല? നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ സത്യത്തിൽ വലിയൊരു തെറ്റിദ്ധാരണ. അത് മനസ്സിലാകുന്ന പ്രശ്നമാണോ അതെയോ പുതിയ രാഷ്ട്രീയ? അതാണ് ഞാൻ പറയുന്നത്. പുതിയ കാലത്ത് ഞങ്ങൾ ഇതൊക്കെ ചെയ്യണം. വന്ദേ മാതരത്തിന്റെ മുഴുവൻ വരികൾ പാടിയാലും ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. ഇപ്പൊ എന്താ സുരേന്ദ്രൻ പറയുന്നത്? ഞങ്ങൾക്ക് തൃപ്തിയായി. പാണക്കാട് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും വന്ദേ മാതരം പാടുമ്പോൾ മുഴുസമയവും മുഴുലൈനുകളും പാടുമ്പോൾ എഴുന്നേൽപ്പിച്ച് നിർത്താനായി എന്നുള്ളതാണ് ഞങ്ങളുടെ നേട്ടം എന്ന് BJP-ക്കാർ തന്നെയല്ലേ അവകാശപ്പെട്ടത്. അല്ലാതെ BJP-ക്കാർക്ക് അതിനകത്തൊരു ചൊറിച്ചിൽ എലമെന്റ്, ഒരു സുഖം കിട്ടുമെന്നുള്ളതല്ലേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് അതിന്റെ കോർ ഐഡിയോളജിയിൽ മുസ്ലിം ലീഗിന് എത്രത്തോളം കോംപ്രമൈസ് ചെയ്യാൻ പാടാൻ പാടില്ലല്ലോ. കാരണം 2 സ്റ്റാൻസുകളല്ലേ ആണ് അംഗീകൃതമായിട്ടുള്ളൂ. മാത്രമല്ല പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, കോൺഗ്രസ്, ബാക്കിയുള്ള സ്റ്റാൻസുകളിൽ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമുണ്ട്. കോൺഗ്രസ് തന്നെ ഒരു ഏകദൈവ വിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് അത് പാടാൻ കഴിയില്ല. കാരണം ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട ആശയങ്ങളാണ് ആ വരികളിൽ വരുന്നത്. പക്ഷെ അത് ചൊല്ലുമ്പോഴും മുസ്ലിം ലീഗിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ എഴുന്നേറ്റ് തന്നെ നിന്നു. ഡോക്ടർ ജലീൽ പറഞ്ഞ വഴിക്ക് പറഞ്ഞു 5 വർഷത്തിന് ശേഷം മുസ്ലിം ലീഗ്
അത്ര കോൺഫിഡൻ്റ് ആണോ നിങ്ങൾ? 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വന്നെങ്കിലല്ലേ? അതെയോ? അല്ല, അതിപ്പോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷത്തെ ദുർബലമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊന്നും വിലപ്പോവില്ല. ഇപ്പൊ ബംഗാളിൽ എന്താ ഉണ്ടായത്? 3 ടേമേ ആയുസ് ഉണ്ടായുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്ത് അവിടെ ന്യൂനപക്ഷ ജനവിഭാഗം, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എൻറ്റയർ ആയിട്ട് മമതാ ബാനർജിയുടെ പാർട്ടിയിൽ പോയി. ഇപ്പൊ എന്താണ് അവസ്ഥ? BJP അധികാരത്തിൽ വന്നു. കാരണം മമതാ ബാനർജിയുടെ പാർട്ടി മുസ്ലിം ഭൂരിപക്ഷ പാർട്ടിയാണ്. അവർ മുസ്ലിം താല്പര്യങ്ങളുടെ കൂടെ നിൽക്കുന്ന പാർട്ടിയാണ്. അവർ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ വരുമ്പോൾ അതിനു നേർക്ക് കണ്ണടക്കുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് കിട്ടേണ്ട അവസരങ്ങൾ ഇങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന് കീഴ്പ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് പിടിച്ചടക്കുന്നു. അതിനെതിരായിട്ട് നിങ്ങൾ ഉണരണം എന്നുള്ള വലിയ പ്രചരണം നടത്തി. ആ പ്രചരണം ഫലം കണ്ടു. മമതാ ബാനർജിക്ക് വോട്ട് ചെയ്തിരുന്ന ഹൈന്ദവ സമുദായത്തിൽ നിന്ന് വലിയൊരു ശതമാനം വോട്ടുകൾ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോ മമതാ ബാനർജിയുടെ കൂടെ നിന്നിരുന്ന 50 MLA-മാർ പുതിയ പാർട്ടി ഉണ്ടാക്കി പോവുകയാണ്. 58 MP-മാർ കൂടി 20 MP-മാര് NDA-ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. സമാനമായതാണ് ഇടതുപക്ഷം കേരളത്തിൽ ദുർബലമായാൽ ഇവിടെയും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ 56-58% വരുന്ന ഹിന്ദുക്കൾ, 10-18% വരുന്ന ക്രൈസ്തവർ, ഈ 2 വിഭാഗത്തെയും ഏകോപിപ്പിച്ചുകൊണ്ടാകും ഇവിടെ BJP അവരുടെ കാർഡ് പുറത്തെടുത്ത് പയറ്റാനും കളിക്കാനും വേണ്ടി പോകുന്നത്. വലിയ വില ഇതിന് ഭാവിയിൽ മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും. ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറഞ്ഞ് പ്രചരിപ്പിച്ച് എല്ലാവരെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാക്കിയിട്ട് മാറ്റുന്ന ഈ ഒരു പ്രക്രിയ തുടർന്നാൽ. അത് പറയുമ്പോഴാണ് മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ ജലീൽ വരുന്ന സമയം നിങ്ങൾ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ വലിയൊരു യൂത്തിൻ്റെ ഒരു എഫർവസൻസ് നമുക്ക് കാണാനുണ്ടായിരുന്നു. SFI കോളേജുകളിൽ നിരന്തരമായി ജയിക്കുന്നു. CPM 4 സീറ്റുകൾ വരെ മലപ്പുറം ജില്ലയിൽ വാങ്ങുന്നു. പക്ഷെ ഇപ്പോൾ അത് 0-ലേക്ക് പോയി. നമ്മൾ ഒരു ഷോർട്ട് ഹിസ്റ്ററി എടുത്താൽ ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ CPM-നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും കിട്ടിക്കൊണ്ടിരുന്ന ഒരു 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 ട്രാക്ഷൻ അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ? അത് മുസ്ലിം ലീഗ് അതിനെ റീഇൻവെൻറ്റ് ചെയ്ത് അത് തിരികെ പിടിച്ചിട്ടുണ്ടോ? ആ മുസ്ലിം രാഷ്ട്രീയം തിരികെ പിടിച്ചിട്ടുണ്ടോ? ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ആക്സെപ്റ്റൻസ് കഴിഞ്ഞ 2-3 പതിറ്റാണ്ട് കണക്കെടുത്താണ് അതിൻ്റെ ഗ്രാഫ് ഒന്ന് പൊങ്ങിയിട്ട് അത് നേരെ താഴേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. 2006-ൽ സംഭവിച്ചതിൻ്റെ ഒരു ചെറിയ ആവർത്തനം തന്നെയായിരുന്നു 2016-ൽ ഉണ്ടായത്. 2021-ലും അതുണ്ടായി. മലപ്പുറം ജില്ലയിൽ നിന്ന് 3-4 ആളുകൾ ജയിച്ചു MLA-മാരായിട്ട്. അൻവറും അബ്ദുറഹിമാൻ താനൂരിൽ നിന്ന്, തവനൂരിൽ നിന്ന് ഞാൻ, പൊന്നാനിയിൽ നിന്ന് നന്ദേട്ടനും അതിനു മുമ്പ് ശ്രീരാമകൃഷ്ണനും ജയിച്ചു. അതുണ്ടായിട്ടുണ്ട്. മലബാറിൽ മൊത്തത്തിൽ അതിൻ്റെ അനുരണനം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല, 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ലീഗിന് കിട്ടിയത് ഒറ്റ സീറ്റ് മാത്രമാണ്. കൊടുവള്ളി മാത്രം, മുനീർ മാത്രമാണ് അവിടുന്ന് ജയിച്ചത്. അപ്പൊ ഇതൊക്കെ മാറി മാറി വരും, മാറി മറിഞ്ഞും വരും. അല്ല, ഇതിനകത്ത് ഇത് മാറി മാറി വരുന്ന ഒരു, ഇപ്പം നമ്മൾ തിരുവനന്തപുരത്തെ ഇലക്ഷനാണ് അല്ലെങ്കിൽ കണ്ണൂർ ഇലക്ഷൻ ആണെങ്കിൽ മാറി മാറി വരുമെന്ന് പറയാം. മുസ്ലിം രാഷ്ട്രീയം അതിൻ്റെതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും പൊളിറ്റിക്കൽ സാവിയായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയും മുസ്ലിങ്ങളായിരിക്കും. അപ്പോൾ അവരുടെ ഒരു ഷിഫ്റ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ് ഇറ്റ് ഈസി ഫോർ യു ടു ഗെറ്റ് ഇറ്റ് ബാക്ക്? തീർച്ചയായിട്ടും അത് കഴിയും. കാരണം മുസ്ലിം ലീഗിന്റെ കാപട്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി. ഇപ്പോൾ വന്ദേ മാതരം പാടി എന്നുള്ളത് ശരി. വന്ദേ മാതരം പാടിയപ്പോൾ 2 സ്റ്റാൻസ, 2 പാരഗ്രാഫ് കഴിഞ്ഞ് അത് പാടിയതിൽ തങ്ങൾക്കുള്ള എതിർപ്പ് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ലോക് ഭവനെ അറിയിക്കാം. അങ്ങനെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് ശിവൻകുട്ടി ലോക് ഭവനിൽ പോയിട്ടൊരു ചടങ്ങിൽ പങ്കെടുത്ത ഘട്ടത്തിൽ ഇറങ്ങിപ്പോന്നിട്ടുണ്ട് അദ്ദേഹം. ബജറ്റിലെ വരികൾ വായിക്കാതിരിക്കുകയും ചിലത് കൂട്ടുകയും ചെയ്തപ്പോൾ അതിലുള്ള ശക്തമായ വിയോജിപ്പ് അന്നത്തെ മുഖ്യമന്ത്രി ലോക് ഭവനെ, ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ സിംബോളിക്കാണ്. ഇതിൻ്റെ അകത്ത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. പക്ഷേ സർക്കാർ, UDF സർക്കാർ ഒരു സെക്യുലർ ഗവൺമെൻറ് ആയിരിക്കും. അതിൽ മൈനോറിറ്റികളുടെ താല്പര്യം പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളത് ഓൺ ദ ഗ്രൗണ്ട് അവർക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയല്ലേ. അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം വന്ദേ ഭാരത് അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത് ശരി തന്നെ. ഇപ്പം സർവകലാശാലകളിൽ വരുന്നു എന്നുള്ളത് വേറൊരു
അതത്ര എളുപ്പമൊന്നും വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കോൺഗ്രസിന് മുമ്പിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ആക്ഷനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി യു ഡി എഫിന് സാധിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് മലപ്പുറത്തെ കാര്യം മാത്രമല്ല, വയനാട്ടിലെ കാര്യം. വയനാട്ടിൽ അതിഗംഭീരമായിട്ട് സർക്കാർ ഒരു പുനരധിവാസ പദ്ധതി ഉണ്ടാക്കി. പക്ഷേ ആ ജില്ലകളിലെ മുഴുവൻ സീറ്റും യു ഡി എഫ് ജയിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പം പറഞ്ഞ ആളുകളെ കൺവിൻസ് ചെയ്യാൻ യു ഡി എഫിന് പറ്റുന്നുണ്ട്. അത് പലപ്പോഴും എൽ ഡി എഫിന് പറ്റുന്നുമില്ല. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്കത്, അപ്പോൾ അതിലൊരു മനുഷ്യരുടെ അടിക്കുന്ന ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റിൻ്റെ എലമെൻ്റ് ഇല്ലേ? ഇടതുപക്ഷവും സാധാരണ മനുഷ്യരും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റിൻ്റെ, അതല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യർക്കത്, നിങ്ങൾ ഗ്രൗണ്ടിൽ ചെയ്ത കാര്യങ്ങൾ എന്നിട്ട് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് അവർക്ക് തോന്നുന്നത്? ശരിയാണ്. കള്ളപ്രചരണം, ദുഷ്പ്രചരണം നടത്താൻ യു ഡി എഫിനെ പോലെ എൽ ഡി എഫിന് കഴിയില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, യു ഡി എഫിൽ കേരള കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, കോൺഗ്രസും. ഇവരൊന്നും തന്നെ അതത് രാഷ്ട്രീയ പാർട്ടികളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളിലും മാത്രമല്ല അംഗങ്ങളായിട്ടുള്ളത്. ഇപ്പം മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മുസ്ലിം ലീഗുകാരനാണെന്നുണ്ടെങ്കിൽ അവൻ ഒരേ സമയം ലീഗിന്റെ, യൂത്ത് ലീഗിന്റെ, അവൻ ഏത് മത സംഘടനയാണോ, ഇപ്പോൾ സുന്നി വിഭാഗമാണെങ്കിൽ, മുജാഹിദ് വിഭാഗമാണെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണെങ്കിൽ, കുടുംബ ഗ്രൂപ്പുകൾ, മഹല്ല് കമ്മിറ്റികളുടെ ഗ്രൂപ്പുകൾ, ഇതിലേക്കൊക്കെ തന്നെ ഇവർ ഈ മെസ്സേജ് വിടുകയാണ് ഒരേ സമയം. അപ്പോൾ എല്ലാ സമുദായത്തിലെ എല്ലാ വിഭാഗം ആളുകളിലേക്കും ഇതെത്തുകയാണ്. കേരള കോൺഗ്രസിലെ ക്രൈസ്തവരെ ഉപയോഗിച്ചുകൊണ്ട്, കോൺഗ്രസിലെ ക്രൈസ്തവരെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഇടവകകളിലേക്ക്, അതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക്, പള്ളിയുമായി ബന്ധപ്പെട്ട് ഇവരൊക്കെ അതിൽ അംഗങ്ങളായിരിക്കും, സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പുകളിലേക്ക്, കാസ ഗ്രൂപ്പുകളിലേക്ക്, കോൺഗ്രസിലെ ഹിന്ദുക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവർ ക്ഷേത്ര കമ്മിറ്റി ഗ്രൂപ്പുകളിലേക്ക്, ഹിന്ദു കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഒക്കെ അവർ വിടുന്നു. അതൊന്നും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ പൊതുവെ ചെയ്യാറില്ല. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രൂപ്പുകളിലേക്ക് മാത്രമാണ് ഇത് വിടുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിൽ മാത്രമായിട്ട് ഈ അറിവുകൾ പരിമിതപ്പെടുകയാണ്. എന്നാൽ ഈ ദുഷ്പ്രചരണവും കള്ളപ്രചരണവും എല്ലാ മതസമുദായങ്ങളിലേക്കും ഒരേ സമയം പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പൊതുവെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം വായിച്ച് നോക്കുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ബെസ്റ്റ് എക്വിപ്മെൻ്റ് ഉള്ള കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. എന്തുകൊണ്ട് ഇവർക്ക് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇത് കാണാൻ സാധിക്കുന്നില്ല? അതിന് ആൻറ്റിഡോട്ടായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഒത്തിരി കാലത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഞാൻ ശ്രീ പിണറായി വിജയൻ്റെ കാറുമായി ബന്ധപ്പെട്ട് ശ്രീ മേജർ രവിയുടെ ഒരു പ്രസ്താവന കണ്ടപ്പോൾ പിറ്റേ ദിവസം ഒരു റെസ്പോൺസ് മുഖ്യമന്ത്രിയുടെ, ശ്രീ പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് വന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു പച്ചക്കള്ളം പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു റെസ്പോൺസ് വന്നു. അതല്ലെങ്കിൽ സ്റ്റോക്ക് റിപ്ലൈ എന്നുള്ളത് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ളതാണ്. സാധാരണ ഇത് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരായ സുഹൃത്തുക്കളോട് സംസാരിക്കും, നേതാക്കന്മാരോടല്ല, സാധാരണ നമ്മുടെ സുഹൃത്തുക്കളായ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ ഈ പാർട്ടിയോട് അവർക്കുള്ള ദേഷ്യം ചെറുതല്ല. കാരണം ഇത് റെസിസ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ടാക്കുന്ന കാര്യത്തിൽ CPM പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആ ഒരു, ഏതാളെ പറ്റിയാണോ ഈ ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നത് അയാൾ അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് പോകുന്നത് നന്നാവും എന്ന അഭിപ്രായക്കാരനാണ്. ഇപ്പം ഇന്നലെ ഞാൻ കണ്ട വേറൊരു DYFI A റഹീമിൻ്റെ വക പ്രസ്താവന, ഞങ്ങൾ ഓപ്പറേഷൻ തൂഫാനെ എതിർക്കും, കാരണം പിടിക്കപ്പെട്ടവരെല്ലാം SFIക്കാരും DYFIക്കാരുമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് A റഹീമിൻ്റെ പേരിൽ ഇറക്കിയിരിക്കുകയാണ്. ഇത് എത്രത്തോളം റെസിസ്റ്റ് ചെയ്യപ്പെടാൻ, അത് എത്ര വിശ്വസനീയമാണ്, അത് കേൾക്കുമ്പോൾ വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന തരത്തിലാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് ശ്രീ പിണറായി വിജയനുള്ള ഏറ്റവും വലിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഒന്ന്, ഇത്തരം ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ കേരളത്തിലെ പോലീസ് പലപ്പോഴും നിശബ്ദമായിരുന്നു എന്നുള്ളതാണ്. പോലീസ് നിശബ്ദമായിരുന്നു, പാർട്ടി പോലും അതിൻ്റെ രാഷ്ട്രീയ വേദികളിൽ റൈറ്റ് എന്നുള്ളത്, ശരി എന്താണ് എന്നുള്ളത്, ഒരു തെറ്റ് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ വസ്തുത എന്താണ് എന്നുള്ളത് പറയുന്നതിൽ പാർട്ടിക്കും ഗവൺമെന്റിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ മുസ്ലിം വിരുദ്ധതയെ സംബന്ധിച്ച് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് നിഷേധിക്കണം, അതിൻ്റെ വസ്തുത ഇതാണ് എന്ന് പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ട തെറ്റാണ് അവിടെ സത്യമായിട്ട് നിൽക്കുക. ഇപ്പം എനിക്കെതിരായിട്ട് ഒരു പ്രചരണം വരുമ്പോൾ ഞാൻ ശക്തമായിട്ട് അതിനെ എതിർക്കാറുണ്ട്, വിമർശിക്കാറുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിക്കും, എന്തിനാ അത് ഈ അങ്ങനെയൊക്കെ പിന്നെ പറയണത്, അത് കുറെ കഴിഞ്ഞായിട്ട് മാറിക്കോളും എന്നുള്ള ഒരു രീതിയാണ്
നമ്മൾ ഉപദേശിക്കാറ്, പക്ഷെ ഞാനത് ചെവിക്കൊള്ളാറില്ല. എന്തെനിക്കെതിരായിട്ട് തെറ്റായ ഒരു കാര്യം വന്നാലും, ഇപ്പോ മനോരമയുടെ സ്റ്റിക്കർ എന്നുള്ള നിലക്ക് ഇപ്പൊ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്താണ്? ED KT ജലീലിനെ വിളിപ്പിച്ചു, വെള്ളിയാഴ്ച ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. CMLR-ന്റെ കേസുമായി ബന്ധപ്പെട്ടും ED ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. അതുമായിട്ട് എനിക്ക് എന്ത് ബന്ധം? മാത്രമല്ല, നിങ്ങളെ ചോദ്യം ചെയ്തിട്ട് ഒരുമാതിരി ഇഡിക്ക് ഒരു മതിയായെന്നാണ് ഞാനും ED കേട്ടിരിക്കുന്നത്. പോലും സത്യത്തില് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 2.5 ലക്ഷം രൂപ മറ്റും ഉണ്ടായിരുന്നു. ഇപ്പോ പിന്നെ ചെയ്യാണെന്നുണ്ടെങ്കിൽ വീണ്ടും ED പിന്നെ പ്രയാസപ്പെട്ടു പോകും. അപ്പൊ അവര് തന്നെ എന്തെങ്കിലും പിരിച്ചിട്ട് എന്റെ അക്കൗണ്ടിൽ ഇട്ടാൽ എന്താന്നുള്ളതിനെ കുറിച്ച് ഞാൻ അന്ന് അതാണ് കേട്ടിരുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ 2.5 ലക്ഷം രൂപ മറ്റോ 30 വർഷം കോളേജ് അധ്യാപകനായിരുന്ന ഭാര്യ വർക്ക് ചെയ്യുന്ന ഒരാളുടെ അക്കൗണ്ടിൽ അങ്ങനെ തന്നെ ആയിരുന്നു ഇല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്റെ അക്കൗണ്ടിലേക്കൊന്നും ഒരു മനുഷ്യൻ ഇങ്ങോട്ട് പൈസ അയക്കുക, ഞാൻ അങ്ങോട്ട് പൈസ അയക്കുക, എന്റെ മക്കളുടെ പിന്നെ ഫീസായിട്ടൊക്കെ ഞാൻ അയക്കുക എന്നല്ലാതെ വേറെ ആളുകൾക്ക് ഞാൻ വളരെ വളരെ അപൂർവമായിരിക്കും അയച്ചിട്ടുണ്ടാകുക. നമുക്ക് ഓരോ മാസവും കിട്ടുന്ന, അപ്പൊ ഞാൻ 20 വർഷം MLA ആയി, 5 വർഷം മന്ത്രിയായി, ഏറ്റവും അവസാനത്തെ ശമ്പളം ഞാൻ വാങ്ങിയിട്ട് എൻ്റെ ട്രഷറി അക്കൗണ്ടിൽ ഞാൻ നോക്കുമ്പോൾ ആകെ അവിടെ 2000 ചില്ലാൻ ഉറുപ്പ്യാണ് ബാക്കിയുള്ളത്. മോശമാണ്. 2000 ചില്ലാൻ, അത് മോശമാണ്. കാരണം എന്താന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് പോയ ഒരു ജനപ്രതിനിധി, പഴയ ലീഗുകാരനായിട്ടുള്ള ഒരു ജനപ്രതിനിധി, ഇങ്ങനെ ആയാ പറ്റൂല. കോടിക്കണക്കിന് രൂപയുടെ പിന്നെ ആസ്തി ഉണ്ടാകുമ്പോഴേ പഴയ ലീഗുകാരനാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു കുറച്ചില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടോ? ചില വർത്തമാനം പറയുമ്പോൾ ഞാൻ പഴയ ലീഗുകാരനാണ്. പഴയ ലീഗുകാരനാന്ന് പറയുമ്പോ എന്നോട് പിന്നെ ചില ലീഗുകാർ പറയും, ഈ അത് പറയുമ്പോ ഞങ്ങൾക്കും ചിലപ്പോ ഒരു വിഷമം തോന്നലുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്റെ അക്കൗണ്ട് പൈസ ഇല്ലാന്ന് വരുമ്പോ ഞങ്ങളൊക്കെ എങ്ങനെ ഈ എരപ്പന്മാരാണ്, പൊളിഞ്ഞ ആൾക്കാരാണ് എന്ന് പിന്നെ ആൾക്കാർ വിചാരിക്കും. അതുകൊണ്ട് ഇജ്ജ് മേലാക്കി ഞാൻ അത് പറയരുത് കേട്ടോ എന്നോട് പറയാറുണ്ട്. നിങ്ങൾ കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു കുറച്ച് നാൾ മുമ്പ്, ഒരു 4-5 വർഷത്തിന് മുമ്പ് ഞാനൊരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടതാണ്. മലപ്പുറം ജില്ലയിൽ അരീക്കോടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ഒരു ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരാളുടെ വിവാഹത്തിന് വേണ്ടി കുട്ടികൾ വരുന്നു. അതിൽ മുസ്ലിം പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് സദാചാര പോലീസുകാർ, ചെറുപ്പക്കാർ പ്രത്യക്ഷപ്പെടുന്നു. അവർ ഈ കുട്ടികളുടെ അവരോട് വളരെ ദേഷ്യത്തിൽ സംസാരിക്കും. അതായത് ദേ ഷുഡ് നോട്ട് അറ്റൻഡ് ദ വെഡിങ്. ഒരു ക്ലാസ്മേറ്റിൻ്റെ വിവാഹത്തിന് വേണ്ടി ഇതിനാണ് മുസ്ലിം പെൺകുട്ടികൾ പോകുന്നത്. ആ കുട്ടികൾ തിരിഞ്ഞു നിന്ന് വർത്തമാനം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഡോക്ടർ ജലീൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമുദായത്തിൽ നിന്ന് വിദ്യാഭ്യാസം കിട്ടി മുമ്പോട്ട് വരുന്ന ധാരാളം മനുഷ്യർ, പ്രത്യേകിച്ച് സ്ത്രീകൾ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഇമാജിനേഷൻ അറ്റ് സം പോയിന്റ് ഇൻ ടൈം ഇറ്റ് വാസ് ലേയിങ് വിത്ത് ദ LDF. ലെഫ്റ്റ് തോട്ടിന് അനുസരിച്ച് പോകുന്നത് പോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ 5 പേര് നിയമസഭയിലുണ്ട്. ആ ഇമാജിനേഷൻ മുസ്ലിം യൂത്ത് ലീഗിന്, മുസ്ലിം ലീഗിന് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ, അതല്ലെങ്കിൽ അവർക്ക് തിരിച്ചെടുക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ചിട്ടുണ്ട്. നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ചെറുപ്പക്കാരായ നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യർ, അവരുടെ രാഷ്ട്രീയം അതിന് അവരുടെ സ്വത്വ രാഷ്ട്രീയം പറയുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് ഒരു സൈഡിൽ നിൽക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ തോട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം ലീഗിനെയും നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു സുഖകരമല്ലാത്ത സെക്കുലർ കേരളത്തിന്, മുസ്ലിം ലീഗ് ഇന്ന് വരെ പിന്തുടർന്ന രാഷ്ട്രീയത്തിനും ചേർന്ന് പോകുമെന്നുള്ള സംശയം എനിക്കുണ്ട്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി അറിയാം, ഈ നാടിൻ്റെ രാഷ്ട്രീയം എന്നെക്കാളും അറിയാം. എന്താണ് നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ? ഒരു ഫ്ലെക്സിബിലിറ്റി, വല്ലാത്തൊരു ഫ്ലെക്സിബിലിറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ത്രീ അന്യപുരുഷന് കൈ കൊടുക്കാൻ പാടില്ല എന്നുള്ള ധാരണയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഫാത്തിമ തഹ്ലിയ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ എല്ലാവർക്കും കൈ കൊടുത്താണ് പോയത്. TP രാമകൃഷ്ണൻ. അതെ, അതൊക്കെ പണ്ട് ചെയ്തിരുന്നത് കമ്മ്യൂണിസ്റ്റ് സ്വാധീനമുള്ള മുസ്ലിങ്ങളാണ്. പെൺകുട്ടിയെ നിങ്ങൾ SFI ആക്കിയാൽ, കമ്മ്യൂണിസ്റ്റ് ആക്കിയാൽ അവര് എന്ത് ചെയ്യും? ഇസ്ലാമിന്റെ ദീനിന്റെ പരിസരത്ത് നിന്ന് പോകും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ലീഗ് തന്നെ ദീനിന്റെ പരിസരത്ത് നിന്ന് പോയി എന്നാണല്ലോ അർത്ഥമാക്കേണ്ടത്. ഇപ്പൊ ലീഗിലെ പെൺകുട്ടികൾ തന്നെ, മുസ്ലിം പെൺകുട്ടികൾ തന്നെ DJ ഡാൻസ് ആടുന്നു. അതിന് അവര് കോളേജില് പിന്നെ തെരഞ്ഞെടുപ്പ് MSF ജയിച്ചാൽ അവിടെ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. SFIക്കാരായിട്ടുള്ള പെൺകുട്ടികൾ എന്തു ചെയ്യുന്നുവോ ഒരു വേള അതിനേക്കാൾ ശക്തമായിട്ട് അത്തരം കാര്യങ്ങൾ ഇപ്പൊ MSFകാരാണ് ചെയ്യുന്നത്. അത് അവർ എവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വ്യാഖ്യാനിക്കാനുമല്ലേ അവര്. അതെ, തീർച്ചയായിട്ടും അവര് മുസ്ലിം ലീഗ് ഈ എന്താ പറയാ
കാലത്തിനൊപ്പം നടക്കാൻ വേണ്ടിയിട്ട് ശീലിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം ലീഗ് ഇക്കാര്യം വേറെ ആരെങ്കിലും ചെയ്താൽ അതിനെ ശക്തമായി എതിർക്കും. ലീഗ് എതിർക്കൂല. ലീഗ് എന്ത് ചെയ്യും? മറ്റവരോട് പറയും. ലീഗിനെ പിന്തുണക്കുന്ന സമുദായ സംഘടനാ നേതാക്കളോട് പറയും, ഒന്ന് വിമർശിച്ചാൽ. ഇപ്പൊ വനിതാ മതിൽ ഇടതുപക്ഷം കേരളത്തിൽ തീർത്ത ഘട്ടത്തിൽ അതിൽ മുസ്ലിം സ്ത്രീകൾ പങ്കെടുക്കരുത്. കാരണം മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ വന്ന് പരസ്യമായിട്ട് റോഡിന്റെ അരികിൽ ഇങ്ങനെ നിന്നിട്ട് മതിലിന്റെ ഭാഗമാകുന്നത് ഇസ്ലാമികമായി ശരിയല്ല എന്നുള്ള നിലക്ക് മതസംഘടനകൾ, ലീഗിനെ പിന്തുണക്കുന്ന മതസംഘടനകൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് നേതാവായിട്ടുള്ള മതസംഘടന വിമർശനം പറഞ്ഞു. ആ വിമർശനം പറഞ്ഞവര് ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയ ഘട്ടത്തിൽ എന്തഭിപ്രായമാണ് പറഞ്ഞത്? വ്യാപകമായിട്ടുള്ള ഒരു എതിർപ്പുണ്ടായോ? ഞാന് ഒരു നിലവിളക്ക് കൊളുത്തി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇവര് ആക്രമിച്ചതെന്നറിയോ? ഞാൻ എന്നിട്ട് മാതൃഭൂമി പത്രത്തില് നിലവിളക്ക് കൊളുത്തലും കൈകൂപ്പലും ഒരു കേരളീയ മുസ്ലിമിന്റെ പുനരാലോചന എന്ന് പറഞ്ഞിട്ടൊരു ലേഖനം തന്നെ എഴുതി. കൈകൂപ്പുക അതും പാടില്ല എന്നാണ്. കാരണം എന്താ വെച്ചാൽ കൈകൂപ്പുക എന്ന് പറയുന്നത് ഈശ്വരന്റെ മുമ്പിലാണ് കൈകൂപ്പുക എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ പൊതുവെ നിങ്ങൾ കണ്ടിട്ടില്ലേ? മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് കൈകൂപ്പുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ വളരെ ദുർലഭമായിട്ടേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പൊതുവെ ചെയ്യാറില്ല. കാരണം അതിനെയും ആരാധനയുമായിട്ട് ബന്ധപ്പെടുന്നു. ഞാൻ പക്ഷെ കൈകൂപ്പാറുണ്ട്. കാരണം ഞാൻ ആരാധന എന്നുള്ള നിലയിലല്ല, ഞാൻ വേറൊരാളെ കാണുമ്പോൾ ബഹുമാനം എന്ന നിലയിൽ, നമ്മളുടെ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗം എന്നുള്ള നിലയിൽ. ഇപ്പോ ആലിംഗനം ചെയ്യുക എന്ന് പറയുന്നത് അറേബ്യൻ രീതിയാണ്. കണ്ടാല് നമ്മൾ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുന്നു, മുഖത്ത് പിന്നെ ചുംബിക്കുന്നു. ഇത് അറേബ്യൻ സ്റ്റൈലിലുള്ള ഒരു സ്റ്റൈൽ ഓഫ് അഡ്രസ്സിംഗ് ആണ്. എന്നതുപോലെ ഏറ്റവും മാന്യമായ, കോവിഡ് കാലത്തൊക്കെ ശരിക്കും നമുക്ക് പുലർത്താൻ പറ്റുന്ന ഒരു അഡ്രസ്സിംഗ് സ്റ്റൈലാണ്. അപ്പൊ അത് നമ്മൾ പിന്തുടരുന്നതിൽ എന്താ തെറ്റ്? അതുപോലെ തന്നെ ആരാധനയുടെ ഭാഗമല്ല, നാട്ടിന്റെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ, ചെയ്തു വരുന്ന ഒരു കസ്റ്റമിന്റെ ഭാഗം എന്നുള്ള നിലയിൽ നിലവിളക്ക് കൊളുത്തുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. പക്ഷെ ഞാൻ നിലവിളക്ക് കൊളുത്തിയാൽ എന്നെ ദീനിൽ നിന്നും മതത്തിൽ നിന്നും പുറത്താക്കാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ലീഗിന്റെ പണ്ഡിത ശിരോമണികൾക്കും ഒക്കെ. അത് ലീഗുകാർ ചെയ്താലോ അപ്പൊ അതിനവർ വേറെ ന്യായീകരണം കണ്ടെത്തും. അതാണ് ഞാൻ പറഞ്ഞത്, തൊപ്പിടാതെ സത്യപ്രതിജ്ഞ ചെയ്തു. 2011 വരെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാര് തൊപ്പിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അള്ളാഹുവിന്റെ നാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 2021 ലീഗ് MLA അള്ളാഹുവിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 2026 ആയപ്പോ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സാമൂഹ്യാവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അവര് വിശദീകരിക്കാൻ ബാധ്യസ്ഥരല്ലേ? ഇപ്പൊ CH മുഹമ്മദ് കോയ സാഹിബും അഹമ്മദ് ഗുരിക്കളും ആദ്യമായിട്ട് ലീഗിന്റെ മന്ത്രിമാരെന്നുള്ള നിലയിൽ EMS മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോ രണ്ടാളും തൊപ്പിയും വെച്ചിരുന്നു. രണ്ടുപേരും സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹുവിന്റെ നാമത്തിലാണ്. എന്നാൽ അവിടെ നിന്ന് 2026 VD സതീശൻ മുഖ്യമന്ത്രിയാകുന്ന ഒരു മന്ത്രിസഭയിൽ ലീഗിന്റെ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാതിരിക്കാനും തൊപ്പി വെക്കാതിരിക്കാനും എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് ലീഗ് നേതാക്കന്മാര് വ്യക്തമാക്കണം. വ്യക്തമാക്കിയേ പറ്റൂ. അത് ഞങ്ങൾക്കും കൂടി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഇനി തൊപ്പിടണ്ടല്ലോ. തൊപ്പിട്ടാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ തൊപ്പിടാതിരുന്നത് എന്നത് അവർ പറയട്ടെ. ഈ പറയുന്ന സമുദായ നേതാക്കന്മാർക്ക് പ്രശ്നം ഉണ്ടായില്ല. ഇത് തൊപ്പിയുടെ പ്രശ്നം മാത്രമല്ല. ഇപ്പം RSSന്റെ പണ്ഡിതന്മാരും സർവകലാശാലകളിൽ വരുമ്പം അതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് കേരളത്തിലെ സെക്യുലർ സമൂഹത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്നുണ്ടോ? അത് മുസ്ലിം ലീഗിന് തൊട്ട് പിറകിലുള്ള സമുദായ സംഘടനകളോട് വ്യക്തമാക്കേണ്ടതില്ല അവരുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ, അടിയൊന്നും ആയില്ല, വടിയെടുക്കാൻ വേണ്ടി പോയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സർവകലാശാലകളിൽ കണ്ടത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ PMCയുടെ കാര്യത്തിൽ
നേരത്തെ ഏത് കാര്യത്തിലും മുസ്ലിം വിരുദ്ധം എന്ന് ചാപ്പ കുത്തിക്കൊണ്ടിരുന്ന ആളുകൾ ദേ വിൽ ബി ഹെൽഡ് അക്കൗണ്ടബിൾ. അത് വരില്ലേ? അത് സമുദായത്തിൻ്റെ മുമ്പിലും ഈ സമുദായ സംഘടനകളുടെ മുമ്പിലും മുസ്ലിം ലീഗ് പറയേണ്ട ഒരവസ്ഥ വരുമോ? തീർച്ചയായിട്ടും അത് പറയാൻ അവർ ബാധ്യതപ്പെട്ടവരാണ്. പിന്നെ ലീഗ് ചെയ്യുമ്പോൾ അതൊക്കെ ഹലാലാക്കാനും നമ്മളുടെ നാട്ടിൽ ആളുകളുണ്ട്. ആ ഇവിടുത്തെ ഇൻഫ്ലുവൻസ് മത സംഘടനകള്, മത നേതാക്കള്, അവരൊക്കെ ലീഗിലെ വനിതകള് ഒരു വലിയ പ്രകടനത്തിൽ പങ്കെടുത്താൽ, അവര് സ്വന്തം സമ്മേളനം നടത്തിയാൽ അതൊരു വിഷയമല്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ജാഥയിൽ മുസ്ലിം സ്ത്രീകൾ പോകുന്നതിനെ അവർ വിലക്കുകയും ചെയ്യും. അപ്പൊ മുസ്ലിം ലീഗിന്റെ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വീകരിച്ച ആ ഒരു സമീപനം, വോട്ടർമാരോട് സ്വീകരിച്ച സമീപനം, എല്ലാവർക്കും പിന്നെ ഷൈക്കൻഡ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മുസ്ലിം സ്ത്രീയാണ്, ഒരു മുസ്ലിം പെൺകുട്ടിയാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ചെയ്യാൻ മുസ്ലിം ലീഗും മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്ന മതസംഘടനകൾ, ആ മതസംഘടനകളും തയ്യാറാകും. എന്നാൽ ലീഗ് എന്ത് ചെയ്തോ അതിനെ ഒരു നിലക്കും വിമർശിക്കാൻ മുസ്ലിം മതസംഘടനകൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അപകടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് വിശ്വാസത്തിൽ തന്നെ അവർ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഉള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. എല്ലാം പൊളിറ്റിക്കലാണ്. ലീഗിന് എന്തും ചെയ്യാം. എന്നാൽ ലീഗേതരരായിട്ടുള്ള, പ്രത്യേകിച്ച് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. ലീഗിനെല്ലാം ഹലാലാണ്, മറ്റുള്ളവർക്ക്, മറ്റു മുസ്ലിങ്ങൾക്ക് എല്ലാം ഹറാമാണ്. ഈ ഒരു മനോഗതമാണ് ലീഗിനെയും ലീഗിനെ അനുകൂലിക്കുന്ന മതസംഘടനകളെയും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. അത് അംഗീകരിച്ച് കൊടുക്കാൻ ആളുകളെ കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ കൂടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം ലീഗിൻ്റെ ശബ്ദത്തിൽ നേരത്തെ ഡോക്ടർ ജലീൽ സൂചിപ്പിക്കുകയുണ്ടായി, ശബ്ദത്തിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസം, അതിൻ്റെ അകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇൻഫ്ലുവൻസ്, എസ്പെഷ്യലി അതിൻ്റെ ചെറുപ്പക്കാരായ നേതാക്കന്മാർക്ക്. ഇപ്പോൾ ഒരു മന്ത്രി തന്നെ ഒരിക്കൽ പറയണ്ടേ, മതമാണ് പ്രശ്നം എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മളത് മുസ്ലിം ലീഗ് നേതാക്കന്മാരിൽ നിന്ന് അമ്മാതിരി വർത്തമാനം കേൾക്കാറില്ല. എത്രത്തോളം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതവാദ രാഷ്ട്രീയത്തിൻ്റെ ഇൻഫ്ലുവൻസ്, ഇഫ് ഇറ്റ് ഈസ് ഫോർ പൊളിറ്റിക്കൽ സേക്ക്, സാധാരണ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധാരണഗതിയിൽ ഒരു കേരള മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് നടപ്പുള്ള കാര്യമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് അയാൾ ജീവിതത്തിൽ മതം കൊണ്ടു നടക്കുന്നുള്ളതല്ലാതെ രാഷ്ട്രീയത്തിൽ മതം കൊണ്ടുനടക്കുന്ന ഒരാളല്ല അയാൾ. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇൻഫ്ലുവൻസ് മുസ്ലിം ലീഗിനെ എങ്ങോട്ട് കൊണ്ടുപോകും? മുസ്ലിം ലീഗ് അത് റെസിസ്റ്റ് ചെയ്യുമോ? അതേ മുസ്ലിം ലീഗിൻ്റെ പിറകിലുള്ള സമുദായിക സംഘടനകൾ അതിനെ റെസിസ്റ്റ് ചെയ്യുമോ? ഡോക്ടർ ജലീലിൻ്റെ ഒരു അസംഷൻ എന്തായിരിക്കും? മുസ്ലിം ലീഗിന് ബുദ്ധിപരമായ നേതൃത്വം കൊടുക്കാൻ കുറെ ആളുകൾ മുമ്പുണ്ടായിരുന്നു. അത്തരം ഇന്റലക്ച്വൽ ബാക്കിങ്ങിന്റെ അഭാവം ലീഗിന്റെ പുതിയ കാലത്ത് ലീഗിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വാക്കം, ആ ശൂന്യത അവര് കോമ്പൻസേറ്റ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ടാണ്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പ്രാമാണികന്മാരായ ചരിത്രകാരന്മാരുണ്ട്. ലീഗിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. MI തങ്ങൾ ലീഗ് രാഷ്ട്രീയത്തിന്റെ A മുതൽ Z വരെ കാണാപ്പാഠം അറിയുന്ന ആളായിരുന്നു അദ്ദേഹം. MC വടകര, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്, പ്രായാധിക്യമായി. ഇങ്ങനെയുള്ള ആളുകളൊക്കെ, PA റഷീദ് കൂട്ടായിക്കാരൻ, ഇവരൊക്കെയാണ് മുസ്ലിം ലീഗിനെ നയിച്ചിരുന്നത്, ബുദ്ധിപരമായിട്ട് ഒരു കാലത്ത് നയിച്ചിരുന്നത്. കൊളത്തൂർ ടി മുഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകൾ. ആ ഒരു ഇന്റലക്ച്വൽ ലീഡർഷിപ്പ് ഇവരുടെയൊക്കെ മരണത്തോടുകൂടി, അതല്ലെങ്കിൽ ഇവർക്കൊക്കെ പ്രായമായതോടുകൂടി വേറെ ഒരു വിങ്ങിനെ വളർത്തിക്കൊണ്ടുവരാൻ ലീഗിന് സാധിച്ചില്ല. ആ ശൂന്യത അവർ നികത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ്. ഇതിലൊരു വലിയ കോൺട്രഡിക്ഷൻ വരില്ലേ? തീർച്ചയായിട്ടും. അത് തെരഞ്ഞെടുപ്പിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുസ്ലിങ്ങളുടെ വൈകാരികത, അതാണ് വളരെ സമർത്ഥമായിട്ട് ലീഗ് കുറച്ചു കാലമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വളരെ വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കും. അത് വളരെ ചെറിയൊരു പ്രശ്നവും. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല, വെള്ളാപ്പള്ളിയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഇടതുപക്ഷ നേതാക്കന്മാർ വേണ്ട വിധത്തിൽ പ്രതികരിച്ചില്ല.
അത് ചെറിയ എന്നുള്ളത് പ്രശ്നമല്ല. അല്ല, ഒരു തെറ്റാണ്. ഞാനത് പിന്നെ അങ്ങനെ തന്നെ കാണുന്നു. എന്നാൽ അതേസമയം മുസ്ലിം ജനവിഭാഗത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള എത്രയെത്ര കാര്യങ്ങളിൽ, ഗുജറാത്തിൽ കലാപം നടന്ന സന്ദർഭത്തിൽ 100ഓളം വീടുകളാണ് കേരളത്തിലെ CPIM അവിടെ വെച്ചു കൊടുത്തത്. 100ഓളം വീടുകൾ CPIM വെച്ചു കൊടുക്കുമ്പോൾ അതിന് വല്ലാതെ പ്രചാരം അവർ നൽകാറില്ല. അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. മുസ്ലിം ലീഗ് പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, ബൈത്തുർ റഹ്മ എന്ന് പറഞ്ഞിട്ട്. CPIM 1000 വീടുണ്ടാക്കി കൊടുത്തു പാർട്ടി തലത്തിൽ. അതിനൊരു പ്രചാരവും കിട്ടുന്നില്ല, അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പേര് അവരിട്ടിട്ടില്ല. അത് അവരുടെ ഒരു ഡ്യൂട്ടി എന്നുള്ള നിലയിൽ, അവരുടെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണത് എന്ന നിലയിലാണ് അവർ കാണുന്നത്. ഇപ്പൊ ലീഗ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും CPIM ചെയ്യുന്നുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും രോഗികൾക്കും കൂട്ടിരിക്കുന്നവർക്കും ഓരോ വീട്ടിലും ഉണ്ടാക്കിയ പൊതിച്ചോറ് നൽകുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമാണോ? അതൊക്കെ ഇപ്പൊ ലീഗാണ് നൽകുന്നതെങ്കിൽ എത്ര റീൽസ് എടുത്ത് അതൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടാവും, അവരതിനെ എന്തുമാത്രം മാർക്കറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ DYFI ചെയ്യുന്ന ഈ ഒരു സൽപ്രവൃത്തിയെ ആരെങ്കിലും കണ്ടതായിട്ട് നടിക്കുന്നുണ്ടോ? അതൊക്കെ ഇപ്പൊ എന്താ? 5 കൊല്ലം ആയിട്ട് അല്ലെങ്കിൽ 10 കൊല്ലമായിട്ട് ഒരു ദിവസം പോലും, ഒരു ഓണത്തിനോ ഒരു പെരുന്നാളിനോ പോലും മുടക്കമില്ലാതെ കൊടുക്കണത്. ഇത്ര കമ്മിറ്റഡ് ആയിട്ട് ഇത് ചെയ്യുന്ന വേറൊരു സംഘത്തെ കാണിച്ചു തരാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ പ്രവർത്തനങ്ങൾ. അതൊന്നും പക്ഷെ അവര് കൊട്ടിപ്പാടി ആഘോഷിക്കാറില്ല. പണ്ട് ഖാദർ സാഹിബ് പറയും, എന്ത്, കോഴി ഒരു മുട്ടട്ടാല് ആകെ കൊക്കിപ്പാറി ഉറിയിൽക്ക് അങ്ങട്ട് ചാടി ഒരു ചട്ടി പൊട്ടിച്ച് അപ്പുറത്തേക്ക് ചാടി അവിടുന്ന് പിന്നെ ആകെ നാട്ടുകാര് മുഴുവാറി. നേരെ മറിച്ച് ആന പ്രസവിച്ചാല് അത് തുമ്പിക്കൈ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കേ ചെയ്യുള്ളൂ, ഒരു ശബ്ദം പോലും ഉണ്ടാക്കൂല. അപ്പൊ യഥാർത്ഥത്തിൽ ലീഗ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഒരു കോഴിമുട്ടിട്ട് ആകെ കൊക്കിപ്പാറുന്ന മാതിരി കൊക്കിപ്പാറുന്നത് കൊണ്ടാണ് നമ്മൾ അറിയുന്നത്. അതിനേക്കാളൊക്കെ എത്രയോ നല്ല കാര്യങ്ങൾ, ഇരട്ടി കാര്യങ്ങൾ CPM ചെയ്യുന്നുണ്ട്. 1000-ലധികം ആളുകൾക്കാണ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് അവർ വീട് വെച്ച് കൊടുത്തത്. വയനാട്ടിൽ സർക്കാരാണ് ചെയ്തത്. അതെ അതെ, മുസ്ലിം ലീഗും ചെയ്തിട്ടുണ്ട്. പക്ഷെ മുസ്ലിം ലീഗ് 51 ആളുകൾക്കേ വെച്ച് കൊടുത്തിട്ടുള്ളൂ. 53 ആളുകൾക്ക് ഇനിയും വെച്ച് കൊടുക്കാനുണ്ട്. സർക്കാർ അപ്പൊ എനിക്ക് അല്ല, സർക്കാർ എല്ലാ വീടിന്റെയും പണി കഴിഞ്ഞല്ലോ, എല്ലാ വീടിന്റെയും പണി കഴിഞ്ഞു. പക്ഷേ ലീഗ് 53 ആളുകൾക്കുള്ള വീടിന്റെ പണി ആരംഭിച്ചിട്ടില്ല ഇതുവരെ. അവരത് പെട്ടെന്ന് തുടങ്ങണം. ഈ ഭരണത്തിന്റെ ആലസ്യത്തിൽ നിന്നിട്ട് 53 ആളുകളെ മറന്നു പോകരുത്. 51 ആളുകൾക്ക് വീട് കൊടുത്തു എന്നുള്ളത് ശരി, പക്ഷെ അവരെ വിശ്വസിച്ചിട്ട് 103 104 ആളുകൾ വന്നിട്ടുണ്ട്. എനിക്ക് എല്ലാ കാര്യത്തിലുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, അത് ഒരു വ്യക്തി, ഒരു സംഘടന, ഗവൺമെന്റ്, ഈ 3 സംവിധാനങ്ങൾ നമുക്കൊരു ആനുകൂല്യം തരാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കുക സർക്കാരിന്റെ ആനുകൂല്യം. അതല്ല, ഞാൻ വ്യക്തിയുടേത് സ്വീകരിച്ചാൽ ആ വ്യക്തിയോട് ഞാൻ ആജീവനാന്തം കടപ്പെട്ടിരിക്കും. എൻ്റെ മക്കളും അയാളോട് കടപ്പാട്, അയാളുടെ മക്കളോട് കടപ്പാട് പ്രകടിപ്പിക്കണം. അല്ലെങ്കിൽ അവർ പറയുന്നത്, അന്ന് എൻ്റെ വല്യപ്പാക്ക് എൻ്റെ വാപ്പയാണ് കൊടുത്തത്, അല്ലെങ്കിൽ എൻ്റെ വല്യപ്പയാണ് കൊടുത്തത്, എന്നിട്ട് എനിക്ക് നന്ദിയില്ലല്ലോ, എനിക്ക് എതിരായിട്ട് വോട്ട് ചെയ്തതെന്ന് അന്ന് നമ്മളുടെ പേരക്കുട്ടികളോട് പറയും. അതുപോലെ തന്നെ അതിപ്പോ ഏത് പാർട്ടിയായാലും, ഞാൻ ഇന്ന പാർട്ടി എന്ന് പറഞ്ഞില്ല. മുസ്ലിം ലീഗിന്റെ ഈ വീട് വെച്ച് കൊടുത്ത ആളുകള് അവരെക്കാലവും ലീഗിന് വോട്ട് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. എങ്ങാനും അവർ ലീഗിനെതിരായിട്ട് അതില് വരുന്ന തലമുറയിൽ ഒരു കുട്ടി ഉണ്ടായാൽ, ഓനെങ്ങാനും ഒരു ചെങ്കൊടി പിടിച്ചാൽ പറയും, നന്ദില്ലാത്തവനാണ്, ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത പെരയില് പാർത്തുങ്ങാണ്ടാണ് ഇപ്പൊ ഓന് ചെങ്കൊടി പിടിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. എന്നാൽ സർക്കാരിന്റെ ആനുകൂല്യം പറ്റിയാൽ ആരെങ്കിലും അത് നമ്മളോട് പറയും? പറയാൻ പറ്റൂല, ഒരാൾക്കും പറയാൻ പറ്റൂല. കാരണം എന്താന്ന് വെച്ചാൽ അത് ജനങ്ങളുടേതാണ്, മൊത്തം ജനങ്ങളുടേതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്ന് പറഞ്ഞത്, എന്ത്, ഒരു വ്യക്തി, ഒരു സംഘടന, ഒരു സർക്കാർ നമുക്കൊരു ആനുകൂല്യം തരുന്നു എന്ന് സങ്കല്പിക്കുക. ഞാൻ
ഗവൺമെന്റിന്റെ ആനുകൂല്യം സ്വീകരിക്കുള്ളൂ. കാരണം എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ കുട്ടികളും അവരുടെ പേരക്കുട്ടികളും ഏതെങ്കിലും ഒരു വ്യക്തിയോടോ ഏതെങ്കിലും ഒരു സംഘടനയോടോ കടപ്പെട്ട് നിൽക്കുന്നതിനേക്കാൾ നാട്ടിലെ സർക്കാരിനോട് കടപ്പെട്ട് നിൽക്കുന്നതാണ് ഇഷ്ടം. ഡോക്ടർ ജലീൽ, നമ്മളുടെ സംഭാഷണം കുറച്ചധികം നീണ്ടു. കേരളത്തിലെ ഈ പ്രാവശ്യം CPM-നും LDF-നും ഉണ്ടായത് അതിന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി, ഏറ്റവും കുറഞ്ഞ വോട്ട് ശതമാനം. അക്രോസ് സെക്ഷൻസ് LDF-ന് പിന്തുണ പോയി. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പ്രത്യേകിച്ചും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മതനിരപേക്ഷ മനുഷ്യരുടെ വോട്ട് തിരിച്ചു പിടിക്കാതെ എന്തായാലും CPM-ന് തിരിച്ചു പോകാൻ പറ്റും. അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു പ്രോ സോഫ്റ്റ് ഹിന്ദുത്വ ടിൽറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യരോട് എന്തായിരിക്കും CPM പറയാൻ വേണ്ടി പോകുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഹൗ ആർ യു ഗോയിങ് ടു വിൻ ബാക്ക് ദോസ് ഹാർട്ട്സ്? CPM നഷ്ടപ്പെട്ട സ്വാധീനം എല്ലാ ജനവിഭാഗങ്ങളിലും തിരിച്ചു പിടിക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോഴുള്ള സർക്കാരിൻ്റെ കാപ്പട്യം, അവർ പറഞ്ഞതും ഇപ്പോൾ പ്രവർത്തിക്കുന്നതും എന്താണ് എന്നതിൻ്റെ കൂടി വെളിച്ചത്തിലാകും. എന്തൊക്കെയാണോ ഇടതുപക്ഷത്തെ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് അകറ്റി നിർത്താൻ ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്തത്, സമാനമായിട്ടുള്ള കാര്യങ്ങൾ അതിനേക്കാൾ ശക്തമായിട്ട് ഇവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ അടയാളങ്ങൾ ഇപ്പൊ തന്നെ തുടങ്ങി. PM ശ്രീയിൽ ഉൾപ്പെടെ സമീപനങ്ങൾ എന്താണ്? PM ശ്രീയിൽ ഒപ്പിട്ടു എന്നും പറഞ്ഞ് ഒരു പൈസയും വാങ്ങിയിട്ടില്ല. അന്ന് ഒപ്പിട്ടത് ശരിയായില്ല എന്ന് സർക്കാരിന് ബോധ്യമുള്ളത് കൊണ്ടാണ് അവിടെ വെച്ചത് വേണ്ട എന്ന് വെച്ചത്. അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് ഇനി പ്രവേശിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എടുത്ത നിലപാട് ഇപ്പൊ എവിടെ പോയി? വന്ദേ മാതരം പാടുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഗവർണർ നമ്മളുടെ സർവകലാശാലകളെ മുഴുവൻ കാവ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങളിൽ പോലീസ് ഭാവിയിൽ എന്തൊക്കെ ചെയ്യും, പോലീസിൽ നിന്ന് ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഉള്ള ഒരു സമീപനം തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക് കിട്ടും എന്നാണല്ലോ ഇവർ കരുതുന്നത്. അത് കിട്ടാത്തൊരു സാഹചര്യം. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മതം നോക്കിയിട്ടോ സമുദായം നോക്കിയിട്ടോ ഒന്നുമല്ല അവർ പെരുമാറുന്നത്. അവരടിച്ചാൽ, അവരെ ആക്രമിച്ചാൽ, അവരേത് സമുദായക്കാരനായാലും അവർ തല്ലും. അത് തല്ലുമ്പോൾ അതൊരു ഇന്ന പേരുള്ള ആളാണ്, ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്. 2 കൊല്ലം മുമ്പ് വേറെ ഒരു പേരുള്ളവന് ഇങ്ങനെ പോലീസിനെ തച്ചപ്പോ ഇതുമാതിരിയല്ലല്ലോ പോലീസ് ചെയ്തത്, ഇപ്പൊ എന്താ ഇങ്ങനെ ചെയ്യണത്? ഇതൊക്കെയാണല്ലോ ഇവർ ചോദിക്കുന്നത്. ഇതെല്ലാം ഇവർക്ക് തിരിച്ചടിയാകും. എന്തൊക്കെ CPM-നെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഇടതുപക്ഷത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ പ്രചരിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ഇവർക്ക് തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല, അതിനേക്കാൾ ശക്തമായി അവർ പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്ക് അതിന്റെ ബിറ്റർനെസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവർ തിരിച്ചറിയും. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാപ്പട്യമില്ല. അവര് മനസ്സിലുള്ളത് തുറന്നു പറയും, അഭിനയിക്കൂല, റീൽസ് എടുക്കാൻ നിന്നു കൊടുക്കൂല. അവർ ചെയ്യുന്ന കാര്യങ്ങൾ പുരപ്പുറത്ത് കയറിയിട്ട് കൂകി വിളിച്ചെല്ലാവരോടും പെരുമ്പറയടിച്ച് പറയൂല. ആ ഒരു പെശക അവരുടെ അടുത്തുണ്ട്. അതൊക്കെ നന്മയുമായി ബന്ധപ്പെട്ട പെശക. ഇപ്പൊ പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കള്ളപ്രചരണങ്ങളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നടത്തിയത്. ഇപ്പൊ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ്. 528 കോടി രൂപ. പിണറായി വിജയൻ അതിനോടൊന്നും പ്രതികരിക്കുകയേ ചെയ്യൂല. കാരണം എന്താന്ന് വെച്ചാൽ എന്തിനാണ് അതൊക്കെ പ്രതികരിക്കുന്നത്? അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. എത്ര ലക്ഷം രൂപയാണ് തനിക്ക് ഉള്ളത്? അതിൽ പരമ്പരാഗതമായിട്ട് തൻ്റെ ഭാര്യയ്ക്ക് കിട്ടിയത് എത്രയാണ്? തൻ്റെ സ്വത്ത് എന്താണുള്ളത്? അതിൻ്റെ ഇപ്പത്തെ മതിപ്പ് വിലയാണല്ലോ പറയേണ്ടത്. അപ്പൊ ഇങ്ങനെ കള്ളപ്രചരണങ്ങൾക്ക്, ദുഷ്പ്രചരണങ്ങൾക്കൊക്കെ അല്പായുസേ ഉള്ളൂ. യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത്, വസ്തുതകൾ എന്താണ് എന്നുള്ളത്, യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് ജനങ്ങൾ 1 കൊല്ലം പോലും കഴിയേണ്ട അതിനു മുമ്പ് തിരിച്ചറിയും. ഇന്ന് UDF-നെ പുകഴ്ത്തുകയും LDF-നെ ഇകഴ്ത്തുകയും ചെയ്യുന്നവർ നാളെ LDF ആണ് മഹത്തരം എന്ന് അതേ നാവ് കൊണ്ട് പറയും. 2006 മുസ്ലിം ലീഗ് ദയനീയമായി പരാജയപ്പെട്ടു. വെറും 7 മെമ്പർമാർ മാത്രമാണ് ലീഗിനുണ്ടായിരുന്നത്. ഞാൻ അന്ന് നിയമസഭയിൽ
ലീഗിനെ തോൽപ്പിച്ച് ചെന്ന ആദ്യ സമയമാണ്. വളരെ ദയനീയത അന്ന് അനുഭവപ്പെട്ടിരുന്നു. ആ ലീഗ് പിന്നെ ഉയർത്തെഴുന്നേറ്റു. മുസ്ലിം ലീഗിന് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പതനത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്, CPIM-ന്, CPI-ക്ക്, ഇടതുപക്ഷ കക്ഷികൾക്ക് 100 വട്ടം ഈ പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി സാധിക്കും. അന്ന് ലീഗ് അണികളാണ് ലീഗിനെ ശിക്ഷിച്ചത്. ഇപ്പോ CPM-ന്റെ അണികള് എന്തോ ചില പ്രയാസങ്ങളാൽ, ബുദ്ധിമുട്ടുകളാൽ CPM-നെ ശിക്ഷിച്ചിരിക്കുന്നു. അതിൽ നിന്ന് പാർട്ടി മുക്തമായി വലിയ വിജയം നേടുന്ന ഒരവസ്ഥയിലേക്ക് ഇടതുപക്ഷവും CPIM-ഉം വരണം, വന്നേ പറ്റൂ. അല്ലെങ്കിൽ കേരളം മറ്റൊരു ബംഗാളാണ്.